നമസ്കാരം. ഒരു വലതുപക്ഷ വ്യതിയാനത്തിലൂടെയാണ് ഞങ്ങൾ തുടങ്ങുന്നത് തന്നെ. നിങ്ങൾക്കറിയുന്നത് പോലെ ചുവപ്പ് മിന്നുന്നുവോ മങ്ങുന്നുവോ എന്ന ചോദ്യമാണ് നമ്മുടെ ഈ രാഷ്ട്രീയ സംവാദത്തിൻ്റെ കാതൽ. നമ്മൾ രണ്ട് തിരഞ്ഞെടുപ്പുകളുടെ നടവരമ്പിലിരുന്നു കൊണ്ടാണ് ഈ രാഷ്ട്രീയ സംഭാഷണം നടത്തുന്നത്. ആദ്യത്തേത് ബീഹാറിലെ തെരഞ്ഞെടുപ്പ്. അതിൻ്റെ ഫലം നമ്മുടെ മുന്നിലുണ്ട്. ഇന്നിപ്പോൾ നമ്മൾ സംസാരിക്കുമ്പോൾ കേരളത്തിലെ നാട്ടിൻപുറങ്ങളിലും നഗരങ്ങളിലും ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ വലിയൊരു ചൂട് തിളച്ചു പൊന്തുകയാണ്. ബീഹാറിൽ ഇന്ത്യ മുന്നണിയുടെ ഒരു മുന്നേറ്റം പ്രതീക്ഷിച്ചിരുന്നവരുണ്ട് കേരളത്തിൽ ഒട്ടധികം പേർ. അതിനൊപ്പം തന്നെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ അവിടെ സാന്നിധ്യം വീണ്ടെടുക്കുമെന്നും അതല്ലെങ്കിൽ അതിനൊപ്പം തന്നെ ഒരു പങ്കാളിത്തം ഉറപ്പാക്കുമെന്നും പ്രതീക്ഷിച്ചു. ദൗർഭാഗ്യവശാൽ അതിന് പല രാഷ്ട്രീയ കാരണങ്ങളുണ്ടാവാം. അത് സാധ്യമാകാതെ പോയി. കേരളത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം എന്തായിരിക്കും എന്നുള്ളത് 13-ന് നമ്മൾ അറിയുകയുള്ളൂ. ഇവിടെ നമ്മളോടൊപ്പം ചർച്ചയിൽ പങ്കെടുക്കുന്നത് ആദരണീയനായ സഖാവ് CP ജോണാണ്. CMBയുടെ ജനറൽ സെക്രട്ടറിയാണ്. 70കളിലും 80കളിലും കേരളീയ രാഷ്ട്രീയത്തെ, പ്രത്യേകിച്ചും അന്ന് ചെറുപ്പക്കാരായിരുന്ന ആളുകൾക്ക് CP ജോൺ ഇപ്പോഴും ചെറുപ്പക്കാരനായ അവരുടെ സഹയാത്രികനാണ്. 1957 കേരളത്തിൽ ആദ്യമായി സഖാവ് EM ശങ്കരൻ നമ്പൂതിരിപ്പാടിൻ്റെ നേതൃത്വത്തിൽ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ അധികാരമേൽക്കുന്ന അതേ വർഷമാണ് CP ജോൺ ജനിച്ചതും അതേ മാസവും. അപ്പോൾ അങ്ങനെയുള്ള പലതരം സമാനതകൾ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ യാത്രയിലുണ്ട്. അദ്ദേഹത്തെ ഏറ്റവും ആദരവോടുകൂടി സന്തോഷത്തോടുകൂടി ഈ സംഭാഷണത്തിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഒരല്പം വ്യക്തിപരമായ ഒരു ചോദ്യത്തിൽ നിന്ന് ആരംഭിക്കാമെന്ന് ഞാൻ വിചാരിക്കുന്നു. അങ്ങയുടെ നേതാവ് സഖാവ് MV രാഘവൻ്റെ ആത്മകഥയിൽ താങ്കളെയും അരവിന്ദാക്ഷനെയും സൂചിപ്പിക്കുന്ന ഒരു ഭാഗമുണ്ട്. അത് വളരെ കൗതുകകരമായ ഒരു ഭാഗമാണ്. അതിൽ പറയുന്നുണ്ട്, അക്കാലമത്രയും എതിർത്തിരുന്ന മുഖ്യമന്ത്രി കരുണാകരനെ കാണാൻ വേണ്ടി ഒരു രാഷ്ട്രീയ നീക്കത്തിൻ്റെ ഭാഗമായി ഒരു നിവേദനം കൊടുക്കാനെന്ന വ്യാജേനെ ആ രണ്ട് ചെറുപ്പക്കാരെയും ഞാൻ പറഞ്ഞയച്ചു. കരുണാകരൻ എങ്ങനെ പ്രതികരിക്കും എന്ന് എനിക്കറിയില്ലായിരുന്നു. പക്ഷേ ആ സംഭാഷണത്തിൻ്റെ തുടർച്ചയെന്നോണം ഞാനും കരുണാകരനും തമ്മിൽ സംസാരിച്ചു. പിന്നീട് CMBയും 86-ൽ CMB രൂപീകരിച്ചു. 87-ലെ തെരഞ്ഞെടുപ്പിൽ UDFുമായി ചേർന്ന് ഒരു രാഷ്ട്രീയ ധാരണയുടെ പുറത്ത് CMB മത്സരിച്ചു. നമ്മളിപ്പോൾ തുടർച്ചയായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്, ഒറ്റ രാത്രി കൊണ്ട് അവരുടെ രാഷ്ട്രീയം മാറി, അല്ലെങ്കിൽ മുന്നണി മാറി. അപ്പോൾ താങ്കൾ വളരെ തീക്ഷ്ണമായ ഒരു രാഷ്ട്രീയ അനുഭവത്തിൻ്റെ ഭാഗമായി നിന്നുകൊണ്ട് പൊരുതിക്കൊണ്ടിരുന്ന ഒരാൾ അങ്ങയുടെ നേതാവിൻ്റെ ആജ്ഞ അനുസരിച്ചിട്ടെന്നോണം, അല്ലെങ്കിൽ താങ്കളുടെ പാർട്ടിയുടെ ചുമതല നിറവേറ്റാനായി കരുണാകരനെ പോലെ അക്കാലം അത്രയും എതിർത്തിരുന്ന ഒരു നേതാവിനെ കണ്ട ആ അനുഭവത്തെ ഇന്നിപ്പോൾ ഓർക്കുമ്പോൾ എങ്ങനെയാണ് ആ ഓർമ്മ താങ്കളെ ഇപ്പോഴും പിറകോട്ട് വലിക്കുന്നത്, അല്ലെങ്കിൽ താങ്കളെ മുന്നോട്ട് നടത്തുന്നത്? നല്ലൊരു റിസർച്ച് ചെയ്തിട്ട്, ഇത്രയും റിസർച്ച് ചെയ്തിട്ടാണ് വന്നതെന്ന് ഞാൻ വിചാരിച്ചില്ല. അത് വളരെ സത്യമാണ്. അത് മാത്രമല്ല, ഇന്നിപ്പോൾ ലീഡർ നമ്മുടെ ഒപ്പം ഇല്ല, പക്ഷെ ഉള്ളൊരാളുണ്ട്, ഇതിൻ്റെ ഇടയിൽ ഒരാളുണ്ട്. അത് ചെന്നിത്തലയാണ്, രമേശ് ചെന്നിത്തലയാണ്. അപ്പോൾ രമേശ് ചെന്നിത്തല അന്ന് മന്ത്രിയുമായി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഒരു മുറിയുണ്ട്. ആ മുറിയിൽ ഞാൻ ഒറ്റയ്ക്ക് അവിടെ നിവേദനത്തിനൊക്കെ അന്ന് മട്ടിൽ ചെല്ലും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അസിസ്റ്റൻ്റ് ഒരു ജോർജ് ഉണ്ട്, ഇപ്പോഴും ഉണ്ട്. അപ്പോൾ ചെന്നിത്തല പുറത്ത് പോകുമ്പോൾ എന്നെ പുറത്തുനിന്ന് പൂട്ടും, ഞാൻ ആ മുറി തന്നെ ഇരിക്കണം. ഫോണൊന്നും ഇല്ലല്ലോ. പോയി ലീഡറോടൊക്കെ സംസാരിച്ച് തിരിച്ചു വന്ന് ഈ മുറി തുറക്കുമ്പോൾ ഞാനവിടെ തന്നെ കാണും. അങ്ങനെ വളരെ ഗോപ്യമായ രീതിയിലാണ് അന്നത് ചെയ്യേണ്ടി വന്നത്. അതിൽ താങ്കൾ ചോദിച്ച ചോദ്യത്തിൻ്റെ രസകരമായ മറുപടി, ഞങ്ങളുടെ പാർട്ടിക്ക് വേണ്ടിയാണ് എപ്പോഴും പ്രവർത്തിച്ചിട്ടുള്ളത്. ഞങ്ങളുടെ പാർട്ടി CPM ആയിരിക്കുമ്പോഴും ഇതുപോലുള്ള പല മിഷനുകളും ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളൊരു പാർട്ടിയായി രൂപീകരിച്ചു കഴിഞ്ഞാൽ ആ പാർട്ടിയെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നത് ആരാണോ അവരാണ് നിങ്ങൾ ആ പാർട്ടിയുടെ മുഖ്യ ശത്രു.
അതിൽ MVR തന്നെ ചെറിയൊരു ചാഞ്ചാട്ടം ഉണ്ടായപ്പോൾ ഞങ്ങളാണ് പിടിച്ചു നിർത്തിയത്. പിടിച്ചു നിർത്താൻ മീൻസ് കോൺഗ്രസ്സാണ് മുഖ്യശത്രു എന്നാണല്ലോ അന്നത്തെ വലിയ ക്യാമ്പയിൻ. അപ്പോൾ ഞാനടക്കം പറഞ്ഞു, കോൺഗ്രസ് മുഖ്യശത്രു എന്ന് പറയുന്നത് CPM-ൻ്റെയാണ്. അന്ന് CMP ഇല്ലല്ലോ. CMP രൂപീകരിച്ചതോടുകൂടി ഈ ഹെരോദാവ് യേശുവിനെ കൊല്ലാൻ പുറപ്പെട്ട പോലെയും കംസൻ കൃഷ്ണനെ കൊല്ലാൻ പുറപ്പെട്ട പോലെയും എല്ലാ കുട്ടികളെയും കൊല്ലുക, ശിശുഹത്യ. MVR-നെ മാത്രമല്ല, MVR-ന് ചായ കൊടുക്കുന്നവരെ വരെ ശരിപ്പെടുത്തി കളയും എന്ന് പറഞ്ഞാൽ പിന്നത്തെ അവിടുത്തെ കറണ്ട് പൊളിറ്റിക്സ് അതൊരു ഐഡിയോളജി ആണോ വെച്ചാൽ ടാക്ടിക്സാണ്. ഞങ്ങൾ നിൽക്കുക എന്നുള്ളതാണ്. ആ നിൽക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു തന്ത്രം തന്നെയാണ്. ആ തന്ത്രത്തിൽ അങ്ങനെ ഒരു തന്ത്രം MV രാഘവൻ ചെയ്യും എന്ന് EMS കരുതിയില്ല. കാരണം MVR അങ്ങനെ ഫ്ലെക്സിബിളായിട്ടൊരാളല്ല. അപ്പോൾ അതുകൊണ്ടാണ് അദ്ദേഹം 6 മാസം എന്ന് പറഞ്ഞത്. മനസ്സിലായോ? അപ്പോൾ അതുകൊണ്ട് 87 മാർച്ചിൽ MVR UDF-ൻ്റെ പിന്തുണയിൽ മത്സരിച്ചു. അപ്പോൾ EMS കൃത്യമായിട്ട് ഞങ്ങളുടെ ഈ സ്പ്ലിറ്റിനെ ഷെഡ്യൂൾ ചെയ്തിരുന്നു. അതൊരു ഇമ്പോസ്ഡ് ഷിഫ്റ്റാണ്. ഇപ്പോൾ കമ്പനികളിലൊക്കെ പലപ്പോഴും കമ്പനിയിലെ സ്പ്ലിറ്റ് അത് എക്സർട്ട് ചെയ്യാണ് ചെയ്യുക. അപ്പോൾ അതിനൊരു ടൈമിംഗ് ഉണ്ട്. അപ്പോൾ ആ ടൈമിംഗ് എന്ന് പറയുന്നത് ഇലക്ഷൻ്റെ തൊട്ട് മുമ്പിലേക്ക് ആണ് അത് കൊണ്ടുവച്ചത്. അപ്പോൾ ചതുരംഗത്തിലെ ചില കരുക്കൾ നീക്കുന്നത് പോലെ. പക്ഷേ ഞങ്ങളെ വെട്ടാൻ പറ്റിയില്ല. ഞങ്ങളതിനെ സർക്കംവെൻറ്റ് ചെയ്തു. ഞങ്ങൾ മറികടന്നുകൊണ്ട് ഞങ്ങൾ UDF-നുമായിട്ടുള്ള താൽക്കാലിക ഇതുണ്ടാക്കുകയാണ്. അത് പറയുന്നതിൻ്റെ ഒരു ഇന്നത്തെ ചർച്ചയുടെ ഒരു പ്രസക്ത ഭാഗം ഇത് പലർക്കും ചെയ്യാൻ കഴിഞ്ഞില്ല. പല പാർട്ടിയിൽ നിന്ന്, അതായത് എന്താണ് പാർട്ടി, എന്താണ് കമ്മ്യൂണിസ്റ്റ് മൂവ്മെൻറ്റ് എന്ന് പറയുമ്പോൾ അതാദ്യം ഒരു ആശയമായിട്ടാണ് 19-ാം നൂറ്റാണ്ടിൽ ഐഡിയോളജി എന്നോ അല്ലെങ്കിൽ ആശയമായിട്ട് അത് മാർക്സിനെ തന്നെ, ഇവിടെ സുധീറൊക്കെ ഇരിക്കുന്നുണ്ട്, യങ് മാർക്സ്, ഗ്രോൺ അപ്പ് മാർക്സ്, ഇപ്പോൾ ഗ്രൂന്തസയാണ് ഇപ്പോൾ കൂടുതൽ ആൾക്കാർ മൂലധനത്തിന് ശേഷം വായിക്കും. ഞാൻ മൂലധനത്തെ കുറച്ച് ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും 3-ാം വോള്യം. അപ്പോൾ ഒരു ആശയമായിട്ടാണ് വന്നത്. അത് കഴിഞ്ഞൊരു തൊഴിലാളി പ്രസ്ഥാനം, വർക്കിംഗ് ക്ലാസിൻ്റെ മൂവ്മെൻറ്റ്, അത് കഴിഞ്ഞൊരു പാർട്ടി, അതാണ് ലെനിനിസം എന്ന് പറയുന്നത്. അത് കഴിഞ്ഞപ്പോൾ ഒരു ഭരണകൂടം. അപ്പോൾ ആശയം, അത് കഴിഞ്ഞാൽ ഒരു വർക്കിംഗ് ക്ലാസ് മൂവ്മെൻറ്റ്, അത് കഴിഞ്ഞ ഒരു അപ്പററ്റസ്, ആ അപ്പററ്റസിൽ കൂടെ ഒരു ഭരണകൂടം, ആ ഭരണകൂടവും അപ്പററ്റസും കൂടെ ചേർന്ന ഒരു അതിഭീകരമായ അവസ്ഥ, പിന്നെ അതിൻ്റെ ഡിക്ലൈനാണ്. അപ്പോൾ അതിൽ ഒരു പ്രത്യേക ഘട്ടത്തിലാണ് ഞങ്ങൾ ആ പ്രസ്ഥാനവുമായിട്ട് ഒരു ബന്ധപ്പെടുന്നത്. ഇപ്പോൾ കേരളത്തിലെ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചരിത്രം എടുത്താൽ ഏറ്റവും വലിയ സ്റ്റാലിനിസത്തിൻ്റെ ആ ക്ലെൻസിങ്, അതായത് ട്രോട്സ്കിയെ കൊല്ലുക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളടക്കം അവിടെ ഗ്രേറ്റ് പർജ് ഓഫ് മോസ്കോ, അതായത് മോസ്കോയിലെ വിചാരണാകാലം, ആ വിചാരണാകാലത്താണ് ഈ 30കളുടെ അവസാനത്തിൽ കേരളത്തിൽ വലിയ പ്രതീക്ഷകളോടുകൂടി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടായത്. നമുക്കവരെയൊക്കെ ബഹുമാനം കൊണ്ട് മൂടാൻ മാത്രമേ സാധിക്കുള്ളൂ. കെ ദാമോദരനായാലും EMS ആയാലും NC ശേഖറായാലും അതിനുശേഷം വന്ന ഏതൊരു നേതാവായാലും. AKGന് ശേഷമാണ് കൃഷ്ണപിള്ളയാണല്ലോ സെക്രട്ടറി. അപ്പോൾ അവർ വരുന്ന സമയം തന്നെ അമ്മ രോഗഗ്രസ്തയായിരുന്നു. രോഗഗ്രസ്തയായ അമ്മയ്ക്കുണ്ടായ ഒരു കുഞ്ഞാണ് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി. പക്ഷേ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഉണ്ടായിരുന്ന ഗുണമെന്ന് പറഞ്ഞാൽ എൻ്റെ സ്പെഷ്യാലിറ്റി, ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടായതിനെക്കുറിച്ച് CPM-ൻ്റെ വളരെ ഗംഭീരമായൊരു വർക്കുണ്ട്. നിങ്ങളത് വായിച്ച് കാണുമല്ലോ. അതിൽ നമ്മുടെ കിറ്റി മേനോനൊക്കെ, സഖാവ് രാമദാസിൻ്റെ, പാലക്കാട്ടുകാരനാണ് രാമദാസ്, അദ്ദേഹത്തിൻ്റെ സഹോദരൻ CMP ആയിരുന്നു കൃഷ്ണദാസ്, കിറ്റി മേനോനായിരുന്നു നേതൃത്വം കൊടുത്ത ചരിത്രകാരി. അവർ പറഞ്ഞ 3 ധാരകളിൽ ഒന്ന്, ഖിലാഫത്ത് പരാജയപ്പെട്ടപ്പോൾ ഉണ്ടായ ഉത്പതിശുക്കളായ ഇസ്ലാമിക യുവാക്കൾ, അവർ താഷ്കണ്ടിൽ പോയി. അവരാണ് അവിടുത്തെ ആളുകളെ കണ്ടിട്ട് വിപ്ലവകാരികളായ ആളുകൾ, ഈ സാമ്രാജ്യത്വത്തിനെതിരായിട്ടുള്ള നീക്കത്തിന് മുഹാജീറുകൾ എന്നാണ് അവരെ വിളിച്ചിരുന്നത്. മറ്റൊന്ന് ഭഗത് സിംഗിനെ പോലുള്ള ആളുകൾ നേരിട്ട് വിപ്ലവം നടത്തുക എന്നുള്ളതാണ്.
മൂന്നാമത്തതാണ് കോൺഗ്രസിൽ നിന്ന് വന്നത്. അതിൽ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ആദ്യം പറഞ്ഞ രണ്ട് കൂട്ടരും ഇല്ല. ഇവിടെ 921 ഉണ്ടായിരുന്നെങ്കിൽ പോലും അതിൽ നിന്നൊരു കമ്മ്യൂണിസ്റ്റ് ഗ്രൂപ്പ് ഉണ്ടായില്ല. അത് ഹിസ്റ്റോറിക്കലായിട്ടുള്ളൊരു റിയാലിറ്റിയാണ്. അതുപോലെ തന്നെ ഇപ്പോൾ കെ ബി മേനോനെ പോലുള്ള ആളുകൾ ഹാർഡ്വാർഡിലെ പ്രൊഫസറായിരുന്നു, സോഷ്യലിസ്റ്റുകൾ. ഒരു ദിവസം 16 സ്ഥലത്ത് ബോംബ് പൊട്ടി. കമ്മ്യൂണിസ്റ്റ് പാർട്ടി അങ്ങനത്തെ ഒരു ബോംബ് സ്ഫോടനത്തിന് ഉണ്ടായിട്ടില്ല. ഞാൻ അത്തരം വിശദമായ ഒരു രാഷ്ട്രീയ വായനയിൽ നിന്ന് പോകുന്നതിന് വീണ്ടും തിരിച്ച് ഒരു പത്രപ്രവർത്തകൻ്റെ കൗതുകം കൊണ്ട് ചോദിക്കുന്നതാണ്. നമുക്ക് വീണ്ടും കരുണാകരൻ്റെ മുറിയിലേക്ക് തിരിച്ചു വന്നാൽ അത് വരാം. നിങ്ങൾ അത്രയും കാലം എതിർത്തിരുന്ന അതിശക്തനായ മറ്റൊരു തരത്തിൽ സ്റ്റാലിനിസ്റ്റായ ഭരണാധികാരി അടിയന്തരാവസ്ഥയുടെ നിഷ്ഠൂരതകൾ നടപ്പിലാക്കിയ, അതിനും അപ്പുറമായിരിക്കാം ഒരുപക്ഷെ, അങ്ങനെ കണ്ടിരുന്ന ഒരാളിൻ്റെ മുന്നിലേക്ക് വളരെ ചുറിയുറുക്കുള്ള 28 വയസ്സുള്ള 2 ചെറുപ്പക്കാർ സഖാവ് എം വി രാഘവൻ പറഞ്ഞയക്കുകയാണ് ഒരു രാഷ്ട്രീയ ദൗത്യവുമായിട്ട്. അദ്ദേഹം നമുക്കറിയാം കേരള രാഷ്ട്രീയത്തിലെ ഏറ്റവും നയചതുരനായ രാഷ്ട്രീയക്കാരനാണ്. നിങ്ങളെ രണ്ടുപേരെ അദ്ദേഹം നേരിട്ടത് എങ്ങനെയാണ്? അത് ഇന്നിപ്പോൾ പറയാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഞങ്ങളെ നേരിട്ട രീതി എങ്ങനെയാണ്? നിങ്ങളുടെ ഒരു സംവാദത്തിൻ്റെ, നിങ്ങളുടെ രാഷ്ട്രീയ സംഭാഷണം എങ്ങനെയാണ് മുന്നോട്ട് പോയത്? ആര്, ലീഡറോ? അതെ, ലീഡർ വളരെ രസികനല്ലേ. ഞാൻ അദ്ദേഹത്തോട് പിന്നീട് വളരെക്കാലം കഴിഞ്ഞിട്ട് ഞാൻ അദ്ദേഹവുമായിട്ട് എൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ എനിക്കുണ്ടായ ഏറ്റവും അടുപ്പമുള്ള രണ്ടാളാണ് നായനാരും കെ കരുണാകരനും. EMS-നോട് അടുപ്പമില്ല എന്നല്ല, ഇങ്ങനെ തമാശയൊന്നും പറയാൻ പറ്റില്ലല്ലോ. ഈവൻ VS-നോട് പോലും, എന്തിന് MVR-നോട് പോലും നല്ല സമയം നോക്കിയിട്ടേ പറയാൻ പറ്റൂ. പക്ഷേ ഇവരോട് രണ്ടാളോടും എപ്പോഴും പറയാം, നായനാരോടും പറയാം, ലീഡറോടും പറയും. എനിക്ക് അതിനുള്ള സ്വാതന്ത്ര്യം തന്നിരുന്നു, അവർ തന്നിരുന്നു. അപ്പോൾ ലീഡറോട് ഞാൻ ചോദിച്ചു, ലീഡർ എങ്ങനെയാണ്, ഇപ്പോൾ താങ്കൾ എന്നോട് ചോദിച്ചു ഞാൻ അദ്ദേഹത്തോട് ഒറ്റയ്ക്ക് ബൈ ചാൻസ് കേരള ഹൗസിൽ ഇരിക്കുകയാണ്. അപ്പോൾ ആ സന്ദർഭം എന്ന് പറഞ്ഞാൽ ഗൗരിയമ്മ കെ കരുണാകരൻ അയച്ച കത്ത് ഞാനാണ് കൊണ്ടുപോയത്. മറ്റൊരു, നിങ്ങൾ ആത്മകഥയിൽ വായിക്കാത്ത കാര്യമാണ്, ഞാനാണ് കൊണ്ടുപോയത്. അപ്പോൾ അതിൻ്റെ മറുപടി തയ്യാറാക്കുകയാണ് ലീഡർ, മുഖ്യമന്ത്രി എന്നുള്ള രീതിയിൽ. അപ്പം ഞാൻ ചോദിച്ചു, ഇപ്പോഴാ ഗൗരിയമ്മയെ, ഇതിനു മുമ്പ് താങ്കളെ ഏറ്റവും കൂടുതൽ വിമർശിച്ച ഒരാളല്ലേ, ഏറ്റവും കൂടുതൽ അസംബ്ലിയിൽ ഏറ്റവും കൂടുതൽ വളരെ MVR-ൻ്റെ ഒരു റസ്റ്റിക് രീതിയുണ്ടല്ലോ, ഗ്രാമീണ ക്രൗര്യം ഉണ്ടല്ലോ മൂപ്പരുടെ, പൗരുഷമെന്നോ ക്രൗര്യമെന്നോ എന്ത് വേണമെങ്കിൽ പറയാം. ആ ഗ്രാമീണ ക്രൗര്യത്തിലാണല്ലോ മൂപ്പർ സംസാരിക്കുക. മയമൊന്നുമില്ല, മൃദുവായ ഒന്നുമില്ല. അപ്പോൾ ലീഡർ ഇങ്ങനെ പറഞ്ഞു, അതിന് ഹൃദയ വിശാലത വേണം. അതിൽ താങ്കളോട് ഇപ്പോൾ ഒരു ജേർണലിസ്റ്റ് നൽകിയ അദ്ദേഹം പറഞ്ഞു, താങ്കൾ അതിൽ തന്നെ ഊന്നി നിൽക്കുന്നതുകൊണ്ട് പറയാം. 3 കാര്യങ്ങൾ, പല കാര്യവും അദ്ദേഹം പഠിപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞ കാര്യം അത് ഇന്നത്തെ നമ്മുടെ ചെറുപ്പക്കാർക്ക് പ്രസക്തമായിട്ടുള്ളതാണ്. ഒരു പൊതുപ്രവർത്തകൻ 3 മണ്ഡലത്തിലാണ് പ്രവർത്തിക്കുന്നത്. 1 പൊതുമണ്ഡലം, 1 വ്യക്തിമണ്ഡലം അല്ലെങ്കിൽ വ്യക്തി ജീവിതം, 3 സ്വകാര്യ ജീവിതം, സ്വകാര്യ മണ്ഡലം. അതൊക്കെ പ്രസക്തമാണല്ലോ പലതരത്തിലും. അപ്പം അതിൽ പൊതുമണ്ഡലത്തിൽ നമ്മൾ പറയുന്നതൊക്കെ പൊതുവായിട്ടുള്ളതാണ്. അതൊന്നും വ്യക്തിമണ്ഡലത്തിലേക്ക് വലിച്ച് കയറ്റരുത്. താങ്കൾ ചോദിച്ച ആൻസർ പൂർണ്ണമായി ചോദ്യത്തിന്. അപ്പം എന്നോട് എം വി രാഘവൻ ശകാര ഭാഷയിൽ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ, ഞാനതിന് മറുപടി കൊടുത്തിട്ടുണ്ടെങ്കിൽ, ഞാൻ അദ്ദേഹത്തെ കുളിക്കാൻ തോർത്തെടുത്ത് നിൽക്കുന്ന സമയത്ത് തോർത്തുമുണ്ടഴിച്ച് പുറകിൽ ആ തോർത്ത് കൊണ്ട് കെട്ടി, കാരണം തോക്കുണ്ട് എന്നുള്ള റിപ്പോർട്ടുള്ളതുകൊണ്ടാണ്. കുളിക്കുമ്പോഴും തോക്ക് സൈഡിലുണ്ട് എന്നുള്ള IV റിപ്പോർട്ട്, അല്ല ഈ സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ടിലുണ്ട്. പൂർണ്ണ നഗ്നനായിട്ട് അറസ്റ്റ് ചെയ്ത് MVR-നെ ബലം പ്രയോഗിച്ച്, അതായത് ഞങ്ങൾ ഇത്ര മണിക്ക് വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടല്ല. അപ്പോൾ അങ്ങനെയൊക്കെ ഞാൻ അദ്ദേഹത്തെ പിടിച്ചിട്ടുണ്ട്, ജയിലിലടച്ചിട്ടുണ്ട്, പലതും ചെയ്തിട്ടുണ്ട്. പക്ഷേ പൊതുമണ്ഡലത്തിലാണത്, അത് വ്യക്തിമണ്ഡലത്തിലല്ല. ഇനി വ്യക്തിമണ്ഡലവും കഴിഞ്ഞൊരു സ്വകാര്യ മണ്ഡലമുണ്ട്, ഒരാളുടെ സ്വകാര്യ ജീവിതം. അവിടെ നമ്മൾ തൊടാൻ പാടില്ല. അത് രാഷ്ട്രീയത്തിനോട് പറഞ്ഞിട്ടുള്ളതല്ല, അത് സ്വകാര്യ ലൈഫ്, അത് പേഴ്സണൽ ലൈഫാണ്. അപ്പം നമ്മളൊന്നിനെയും കൂട്ടിക്കുഴയ്ക്കരുത്. അപ്പം അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പം ഞാൻ KR ഗൗരിയമ്മയ്ക്ക് മറുപടി അയക്കുന്നു, MV രാഘവനെ ഞാൻ അക്സെപ്റ്റ് ചെയ്തു, CMPക്ക് ധാരാളം സീറ്റ്, 4 സീറ്റ് വരുന്നു. പൊതുമണ്ഡലത്തെ വ്യക്തിജീവിതവുമായി കൂട്ടിക്കുഴയ്ക്കരുതെന്ന് താങ്കൾ പറയുമ്പം, വ്യക്തിജീവിതം തന്നെ ഏറ്റവും സുതാര്യമായ പൊതുജീവിതമായി കൊണ്ടുവരുന്നൊരു ഒരു നേതൃനിര നമുക്കുണ്ടായിരുന്നില്ലേ? ഉണ്ടായിരുന്നു.
അപ്പോൾ അത് കൈമോശം വന്നതിൻ്റെ ഒരു ഫലം കൂടിയല്ലേ സത്യത്തിൽ പക്ഷേ നമുക്ക് ഇങ്ങനെ ഒരു അത് ജാമ്യം അങ്ങനെ എടുക്കേണ്ടി വരും? ഞാൻ ഒരു പണ്ടെല്ലാം കേമായിരുന്നു ഇപ്പം മോശമെന്ന് പറയുന്ന ആളല്ല. പണ്ട് മോശമൊന്നല്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് വ്യക്തി ജീവിതങ്ങളും സ്വകാര്യ ജീവിതങ്ങളൊക്കെ ഉണ്ടായിരുന്നു ആളുകൾക്ക്. പക്ഷെ ആ സ്വകാര്യ ജീവിതങ്ങളെ പൊതുമണ്ഡലത്തിലേക്ക് എടുത്ത് പ്രദർശിപ്പിക്കാറില്ല. അതിലേ മാറ്റം വന്നിട്ടുള്ളൂ. അല്ലാതെ പണ്ടുള്ള എല്ലാം പരിശുദ്ധന്മാരായിരുന്നു, ഇപ്പോൾ ഉള്ള കുട്ടികളൊക്കെ മോശമാണെന്ന് ഞാൻ പറയില്ല. വ്യക്തി ജീവിതത്തിൽ, സ്വകാര്യ ജീവിതത്തിൽ ഒട്ടനവധി സംഭവങ്ങൾ, പരസ്പരം അറിയുന്ന സംഭവങ്ങളുണ്ടായിരുന്നു. പക്ഷേ അതാണ് ആ കെ കരുണാകരൻ ഡിക്റ്റം, അതെടുത്ത് ഉപയോഗിക്കില്ല, അത് വേറെയാണ്. അപ്പോൾ അതുകൊണ്ട് ലീഡറുടെ ആ ചോദ്യത്തിന് താങ്കൾ ചോദിച്ച ചോദ്യം പൂർണ്ണമായി എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിനുശേഷം ആ ചോദ്യം നീട്ടിക്കൊണ്ടുപോവുകയാണെങ്കിൽ അദ്ദേഹത്തിനും പ്രശ്നങ്ങൾ വന്നു. അദ്ദേഹം കോൺഗ്രസിൽ നിന്ന് പുറത്തു വന്നു, എന്നെ വിളിപ്പിച്ചു. അദ്ദേഹം ഞങ്ങളെയൊക്കെ വിളിക്കുന്നത്, എന്നെ മാത്രമല്ല എൻ്റെ തലമുറയിൽപ്പെട്ട ആളിനെയൊക്കെ വിളിക്കുന്നത് അന്ന് ലാൻഡ് ലൈനിലാണല്ലോ വിളിക്കുന്നത്. വിളിച്ച് കരുണാകരൻ എന്ന് മാത്രമേ പറയുള്ളൂ, കരുണാകരനാണ്. അപ്പോൾ നമുക്ക് അവിടെ ചെല്ലണം എന്നാണ് അതിൻ്റെ സങ്കല്പം. എന്നോട് അദ്ദേഹം പറഞ്ഞു, ഞാനിപ്പോൾ ഡൈവൾജിയാണ് ആദ്യമായിട്ട്, നിങ്ങൾക്ക് ആലോചിച്ചുകൂടെ, നിങ്ങളോട് പണ്ടുള്ള വിരോധമൊന്നും ഇപ്പോൾ CPM ഇല്ല. ആരാ പറയുന്നത്? കെ കരുണാകരൻ എന്നോട് പറഞ്ഞതാണ്. ഞാൻ ആദ്യമായിട്ടത് പൊതുമണ്ഡലത്തിൽ പറയുകയാണ്. അപ്പം ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ലീഡറെ, നമുക്ക് ആ നിലപാട് സ്വീകരിക്കാൻ കഴിയില്ല. കാരണം കോൺഗ്രസ് ഒരു ഫ്ലെക്സിബിളായ ഒരു പാർട്ടിയാണ്. നിങ്ങൾക്ക് പുറത്തു പോകാം, അകത്ത് വരാം. ഞങ്ങൾക്കത് പറ്റില്ല. ഞങ്ങളെ അവിടെ അക്സെപ്റ്റ് ചെയ്യുമെന്ന് താങ്കൾ കരുതുന്നുണ്ടെങ്കിൽ ഞങ്ങളെ അവരെ അക്സെപ്റ്റ് ചെയ്താൽ ഞങ്ങൾ അവരെ അക്സെപ്റ്റ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഞങ്ങളിപ്പോൾ വേറെ ആളുകളാണ്. ഈ 15-ാമത്തെ വയസ്സിൽ കുന്നംകുളത്തെ സ്കൂളിൽ SFI പ്രതിനിധിയായി തുടങ്ങിയ താങ്കളുടെ രാഷ്ട്രീയ ജീവിതം സത്യത്തിൽ 87-ൽ CMBയിൽ എത്തിച്ചേരുമ്പോഴേക്ക് ഏതാണ്ട് 20 വർഷത്തിൽ താഴെയേ ഉള്ളൂ, 15 വർഷമേ ഉള്ളൂ സത്യത്തിൽ ഇടതുപക്ഷ രാഷ്ട്രീയത്തിനൊപ്പമുള്ള താങ്കളുടെ യാത്ര. പക്ഷേ അതിനുശേഷം ദീർഘകാലം താങ്കൾ വലതുപക്ഷത്തായിരുന്നു. വലതുപക്ഷം ഒരു നടുനില എന്ന് വേണമെങ്കിൽ പറയാം, മധ്യപക്ഷം എന്നാണ് പറയേണ്ടത്. അപ്പോൾ ആ നടുനിലയിൽ നിന്ന് രാഷ്ട്രീയ ജീവിതം നയിച്ച താങ്കളുടെ രാഷ്ട്രീയ നിക്ഷേപം സത്യത്തിൽ ഇപ്പോഴും ആ 15 വർഷത്തിലാണ്. ആ രാഷ്ട്രീയ നിക്ഷേപത്തിൽ നിന്നുകൊണ്ട് താങ്കൾക്ക് ഇടതുപക്ഷ വിമർശനം നടത്താം, ഒരു തർക്കവുമില്ല. പക്ഷേ CPM കേന്ദ്രീകരിച്ചുള്ള വിമർശന പദ്ധതിയുമായിട്ട് താങ്കൾ ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ അതിൻ്റെ ഒരു അർഹതയെ സംബന്ധിച്ച് പ്രത്യേകിച്ച് ഈ നവമാധ്യമങ്ങളിലൊക്കെ പലരും, ഞാനീ പറഞ്ഞ വളരെ മൃദുവായ ഭാഷയിലല്ല, വേറൊരു മട്ടിൽ ചോദിക്കാറുണ്ട്. അതിന് താങ്കളോട് ക്ഷമ ചോദിച്ചുകൊണ്ട് ഞാനതിന് മറുപടി പ്രതീക്ഷിക്കുന്നു. താങ്കൾക്ക് EMSൻ്റെ ഉത്തരത്തിൻ്റെ ഭാഷയെ പറഞ്ഞാൽ ഗൗരവമായ 2 വശകൾ പറ്റിയിട്ടുണ്ട്. ഒന്ന്, എന്താണ് ലെഫ്റ്റ് എന്നുള്ളതിന് താങ്കൾ സ്വയം ഒരു നിർവചനം കൊടുത്തിരിക്കുകയാണ്, CPM എന്ന്. അതന്നെ ഏറ്റവും വലിയ ബ്ലണ്ടറാണ്. CPM തീർച്ചയായിട്ടും ഇടതുപക്ഷമാണ്, ഞങ്ങളവരെ ഇടതുപക്ഷമായിട്ട് തന്നെ കാണുന്നത്. പക്ഷെ അതാണ് ഇടതുപക്ഷം, അത് മാത്രമാണ് ഇടതുപക്ഷം, അതല്ലാത്തതൊന്നും ഇടതുപക്ഷമല്ല എന്നുള്ള ഒരു ഭൂമികയിൽ നിന്നാണ് നിങ്ങൾ സംസാരിക്കുന്നത്. അതങ്ങ് പിൻവലിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ ചോദ്യമേ ഇല്ല അവിടെ. അതുകൊണ്ട് അതില്ലെങ്കിൽ പോലും ഞാനതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. എന്താണ് CPM? CPM ഒരു നിർണായകമായ പാർട്ടിയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 19-ാം നൂറ്റാണ്ടിൽ തുടങ്ങി 1989 വരെ എത്തിയിട്ടുള്ള ആ ഒരു നീണ്ട യാത്രയുണ്ടല്ലോ. ആ നീണ്ട യാത്രയിൽ ലോക കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് നിർണായകമായ സംഭാവന ചെയ്ത ഒരു പാർട്ടിയാണ് ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം. ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിലെ നിർണായകമായ സംഭാവന ചെയ്തൊരു പാർട്ടിയാണ് CPM. പക്ഷേ CPM അല്ല ഇന്ത്യയിൽ ഉണ്ടായത്. അത് ഞാൻ എപ്പോഴും പറയാറുള്ളൊരു തമാശയുണ്ട്. ഞാൻ ലോക്കൽ സെക്രട്ടറി ആയിരുന്നു, താങ്കളുടെ റിസർച്ചിൽ കണ്ടില്ല, ഇല്ലല്ലോ.
ഞാൻ എൻ്റെ നാട്ടിൽ 600 ചുമട്ട് തൊഴിലാളികളും അതുപോലെ കർഷക തൊഴിലാളികളും എല്ലാം ഉള്ള കുന്നംകുളം മുനിസിപ്പാലിറ്റി മൊത്തം ഇപ്പോൾ 3 LC ആണ്. എൻ്റെ LC സെക്രട്ടറി ആയിരുന്നു. അതേസമയം ഓൾ ഇന്ത്യ വൈസ് പ്രസിഡൻറ്റുമായിരുന്നു അതേസമയം തന്നെ. അപ്പോൾ അന്ന് സഖാക്കളെയൊക്കെ കാണാൻ പോകുമ്പോൾ പ്രായമായ സഖാക്കളെയൊക്കെ എന്നെ വിളിച്ചു വരുത്തും. സൈക്കിളിലാണ് എൻ്റെ യാത്ര. വിളിച്ചു വരുത്തി അവർ എന്നെ അവിടെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ആയതിലൊക്കെ അവർക്ക് വലിയ സന്തോഷമാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു, ഇന്ന ആളുകളൊക്കെ CPI ആണല്ലോ എന്ന്. അവർ 2-3 വീട്ടുകാർ CPIക്കാരാണ്. പാർട്ടി പിളർന്നപ്പോൾ അവരൊക്കെ CPIയിലേക്ക് പോയി. ആൻസർ ക്ലിയർ ആയില്ലേ? അപ്പോൾ അതിന് EMS ഭയങ്കര, ഇപ്പോൾ നമ്മളിപ്പോൾ 4ാമത്തെ പ്രാവശ്യമാണ് EMS എന്ന് പറയുന്നത്. EMS ഒരു വാക്ക് കണ്ടുപിടിച്ചു, സംസ്കൃതം കലർത്തിയ ഒരു അഡ്ജക്റ്റീവ്, അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടി. ഈ CPIയുടെ മുഖ്യമന്ത്രിയായിരുന്നു EMS അല്ലേ? അദ്ദേഹത്തിൻ്റെ ചിഹ്നം എന്തായിരുന്നു? അരിവാൾ നെൽക്കതിർ. AKGയുടെ ചിഹ്നം എന്തായിരുന്നു? അരിവാൾ നെൽക്കതിർ. അന്ന് ഡാങ്കെ പരാജയപ്പെട്ടുകൊണ്ടാണ് AKG നേതാവായത് അല്ലേ? ഡാങ്കെ എന്താ ചെയ്തവിടെ? അംബേദ്കറെ പരാജയപ്പെടുത്തുന്ന തിരക്കിലായിരുന്നു. ബോംബെ സെൻട്രലോ നോർത്തോ ദ്വയാംഗ മണ്ഡലമായിരുന്നു ബോംബെ. അവിടെ അംബേദ്കറെ തോൽപ്പിക്കാൻ വേണ്ടി കോൺഗ്രസും ഡാങ്കയും 24/7 പ്രവർത്തിച്ചു. ഇപ്പോൾ എല്ലാവർക്കും അംബേദ്കർ വലിയ ആളാണ്. അപ്പം ഡാങ്കയായിരുന്നു ഈ പാർട്ടിയുടെ ഏറ്റവും വലിയ ആൾ. അജയ് ഘോഷ്, ഡാങ്കെ അല്ലേ, C രാജേശ്വർ റാവു. ഈ സ്റ്റാലിനാണല്ലോ ഇപ്പോൾ എല്ലാവരും നേതാവ്. സ്റ്റാലിൻ ഇവരെ ആരെയും വിളിപ്പിച്ചോ? കേരളത്തിൽ നിന്ന് ആരെയും വിളിപ്പിച്ചോ? ഈ മുങ്ങിക്കപ്പലിൽ കേരളത്തിൽ നിന്ന് ആരും പോയില്ല. CPMലേക്ക് വന്ന ഏക വ്യക്തി വാസവ പുന്നയ്യാണ്. ബാക്കി 3 ആൾ CPIക്കാരാ. എന്ന് വെച്ചാൽ അന്നത്തെ പാർട്ടിയുടെ നേതാക്കന്മാർ. സ്റ്റാലിൻ, അത് വാസവ പുന്നയ്യ ഇക്കാര്യം ആവർത്തിച്ച് ഞങ്ങളോട് പറയുന്നത് ആവോളം കേട്ടിട്ടുള്ള ഒരാളാണ് ഞാൻ. സ്റ്റാലിൻ്റെ മാനറിസവും പൈപ്പ് വലിച്ചതും മേച്ചപ്പുറത്ത് ഒരു കാല് മാത്രം കയറ്റി വെച്ചിരുന്നതൊക്കെ. അപ്പോൾ ഈ CPM എന്ന് പറഞ്ഞാൽ പിന്നീട് ഉണ്ടായ ഒരു പാർട്ടിയാണ്. താങ്കൾക്ക് ആ ഒരു തെറ്റിദ്ധാരണയുണ്ട്, ഇത് ആദ്യം ഉണ്ടായിരുന്നു എന്ന്. അല്ല, ഞാൻ ചോദിക്കാൻ ഉദ്ദേശിച്ച ഒരു കാര്യം അപ്പോൾ ഞാൻ പറഞ്ഞു തീർക്കാം. അപ്പം ലെഫ്റ്റ് സമം CPM എന്നുള്ളൊരു നെറേറ്റീവ് അത് അവർക്ക് പോലും ഗുണമല്ല. പിന്നെ ഇപ്പോൾ ഒരു CPM നല്ലൊരു കാര്യം ചെയ്തു. ഞാൻ എല്ലാവരും മോശമായിട്ട് പറയല്ല. CPM എന്ന് പോയവരെ ആരും ഒരു കൂട്ടില്ല. പക്ഷെ ബീഹാർ തിരഞ്ഞെടുപ്പ് ഒരു പ്രത്യേകതയാണ്. എന്താ അറിയോ? CPM വിട്ടുപോയവരാണ് CPIML. അവർ CPM വിട്ടുപോയവരാണ്. ആ CPMൽ നിന്ന് അവർ വിട്ടുപോയതിന് മുമ്പ് നടന്ന ബർദ്വാൻ പ്ലീനം, ആ ബർദ്വാൻ പ്ലീനത്തിൽ നാഗിറെഡ്ഡി അന്ന് അകത്തുണ്ട്. അതിന് മുമ്പുള്ള കുറേ ആൾ കന്നു സന്യാലൊക്കെ പോയി അല്ലേ, ചാരു മഞ്ജുന്ദാർ പോയൊക്കെ CPMകാരല്ലേ. ഞാൻ കന്നു സന്യാലായിട്ട് വളരെ അടുപ്പായിരുന്നു. അദ്ദേഹത്തിൻ്റെ അദ്ദേഹം ആത്മഹത്യ ചെയ്തു. ആരും ഓർക്കണില്ല കന്നു സന്യാൽ ആത്മഹത്യ ചെയ്തത്. എനിക്ക് വളരെ വ്യക്തിപരമായി അടുപ്പുള്ളവരായിരുന്നു കന്നു സന്യാൽ. അദ്ദേഹത്തിൻ്റെ നാട്ടിൽ ഞാൻ പോയിട്ടുണ്ട്, എക്സൽ ബാരിയിൽ. അപ്പോൾ അത് CPI എന്ന് പുറത്തു വന്ന പാർട്ടിയാണ് CPML. എന്താ നിസാര പാർട്ടിയാണ് ഇന്ത്യയിൽ? നിസാര പാർട്ടിയാണോ? ഇന്നും ഇന്ത്യയുടെ എത്രയോ ഡിസ്ട്രിക്റ്റുകളിൽ ഭരണകൂടം ഭയക്കുന്ന പാർട്ടി CPML, മാവോയിസ്റ്റാണ്. CPML അല്ല, മാവോയിസ്റ്റാണ്. അവരത് മാറണമെന്നാണ് എൻ്റെ അഭിപ്രായം. ഞാൻ ഈയിടെ നിരാഹാരം കിടന്ന മനോജിനെ കാണാൻ പോയി. CPI മാവോയിസ്റ്റിൻ്റെ ബിനോയിയും അതിൽ കുറച്ച് സഹായം ചെയ്തു. CPMൻ്റെ പോലീസാണ് അവരെ അടിച്ചു എന്നുള്ള പരാതി. ചെറിയ അടിയൊന്നുമല്ല. പക്ഷേ ഞാൻ പറഞ്ഞു വന്ന വഴി തെറ്റല്ല. ബീഹാർ തെരഞ്ഞെടുപ്പിൽ CPIM വിട്ടുവന്ന ഒരു പാർട്ടിയായ CPIML ലിബറേഷൻ, ദിവാകർ ഭട്ടാചാര്യ, അവരുമായി പൊളിറ്റിക്കൽ അലയൻസ് ഉണ്ടാക്കി. അതുകൊണ്ട് CPM ഇടക്കാലത്തുണ്ടായ ഒരു പാർട്ടിയാണ്. കേരളത്തിലൊഴികെ ഈ CPIയെക്കാളും CPMനെക്കാളും അല്ല CPMLനെക്കാളും ഒന്നും വലിയ പാർട്ടിയല്ല ഇപ്പോൾ CPM. ഒരു കാലത്ത് ബംഗാളിൽ കൽക്കട്ട ഭരിച്ചവരാണ് എല്ലാ അർത്ഥത്തിലും. അന്ന്
ബംഗാൾ എന്ന് പറയുമ്പോൾ ഒരു രാജ്യത്തിൻ്റെ വലുപ്പമുണ്ടല്ലോ. പിന്നെ യൂറോപ്പിനെ അറിയുന്ന നഗരം കൊൽക്കത്തയാണ്. ഇന്ത്യയുടെ തലസ്ഥാനം കൽക്കട്ടയായിരുന്നു. അത് ഭരിച്ചത് CPM ആണ്. ഇപ്പോൾ CPMോടെ കടന്ന് കഷ്ടപ്പെടുന്ന കാണുമ്പോൾ എനിക്കത് സങ്കടം വരും. ആ ഒരു താരതമ്യത്തിലേക്ക് വേണേൽ നമുക്ക് പോകാൻ തോന്നുന്നു. ഇപ്പം നമ്മൾ സാംബശിവൻ്റെ കഥാപ്രസംഗത്തിൽ കൽക്കട്ട നഗരം എനിക്കൊരു കൽക്കണ്ടക്കനിയാണല്ലോ എന്ന് പാടിയ മലയാളികളുണ്ട്. അത് കേൾക്കാൻ ആവേശം കൊണ്ടവരുണ്ട്. ഇന്നിപ്പം കൽക്കട്ടയെക്കുറിച്ച് ഓർക്കുമ്പോൾ അങ്ങനെ തോന്നുമോ? എനിക്കറിയില്ല. നമ്മുടെ ചുറ്റിലും ബംഗാളിൽ നിന്നുള്ള ലക്ഷക്കണക്കിന് തൊഴിലാളികൾ അവരുടെ ജീവിതായോധനത്തിനായി നമ്മുടെ നാട്ടിലേക്ക് വരുന്നു, ഇവിടെ ജീവിതം പുലരുന്നു. അതിനെ വളരെ പരിഹാസത്തോടു കൂടി കാണുന്ന ആളുകളുണ്ട്. അവിടുത്തെ ഏരിയ സെക്രട്ടറി ഇവിടെ വന്ന എന്നൊക്കെ പറഞ്ഞിട്ട് അതിലേക്കൊന്നും നമ്മൾ പോകുന്നില്ല. പക്ഷേ ഞാൻ ചോദിക്കുന്നത്, ഈ കേരളത്തിലെയും ബംഗാളിലെയും ത്രിപുരയിലെയും CPM 3 തരം CPM ആയിരുന്നു. എന്തുകൊണ്ടാണ് ആ ചോദ്യത്തിലേക്ക് വരുന്നതെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ കേരളത്തിൽ കേരള മോഡൽ വികസന സങ്കല്പത്തെക്കുറിച്ച് പറയുന്നു. അത്തരമൊരു രാഷ്ട്രീയ പരിപ്രേക്ഷ്യം മുൻനിർത്തി ഇവരെല്ലായ്പ്പോഴും മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്നു. അതിൻ്റെ തിരഞ്ഞെടുപ്പ് വിജയങ്ങൾ ആഘോഷിക്കുന്നു, അതിൻ്റെ സൗകര്യങ്ങൾ ആസ്വദിക്കുന്നു. പക്ഷേ അതേസമയം നമ്മളൊരു കാലത്ത് വളരെ പ്രതീക്ഷയോടുകൂടി കണ്ടിരുന്ന ബംഗാളിലും ത്രിപുരയിലും തകർന്നടിയുകയും ചെയ്യുന്നു. തിരിച്ചു വരാനാകാത്ത വിധം പിന്നാക്കം പോകുന്നു. റഷ്യയിലും തിരിച്ചു വരുമോ? അതുതന്നെ ബംഗാളിലുണ്ടായത്. അത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. 19-ാം നൂറ്റാണ്ടിൽ കൃത്യമായിട്ടൊരു ഐഡിയോളജിയായിട്ട്, ആ ഐഡിയോളജി ഇമാൻസിപ്പേഷൻ ഓഫ് ദ മാൻകൈൻഡാണ്, വിക്ടറി ഓഫ് ദ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അല്ല. അപ്പാരറ്റസ് ഒരു വാഹനമാണ്. മനുഷ്യമോചനത്തിൻ്റെ ആ വാഗ്ദത്ത നാട്ടിലേക്ക് പോകാനുള്ള വാഹനമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. പക്ഷേ ആ വാഹനമായി നമ്മുടെ പൂജ്യവസ്തു, ഒരു യാത്രക്കാരൻ തൻ്റെ സൈക്കിളിനെയോ തീവണ്ടിയോ ഒക്കെ പൂജിക്കുന്ന പോലെയാണ്. അതിൽ കുറേ ഫെറ്റിഷായി. ഇപ്പോൾ നമുക്കുണ്ടല്ലോ, വന്ദേ ഭാരത് വന്നപ്പോൾ ഒരു പൂജ ഉണ്ടായി. അപ്പോൾ വാഹനത്തെ പൂജിക്കുന്ന യാത്രക്കാരനെ പോലെയാണ് നമ്മളിപ്പോൾ അപ്പാരറ്റസിനെ പൂജിക്കുന്നത്. ആ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ലെനിനിസ്റ്റ് അപ്പാരറ്റസും അത് സ്റ്റാലിനിസ്റ്റ് അപ്പാരറ്റസായി മാറുകയും, റഷ്യയിൽ ഒരു അപ്പാരറ്റസ് ഉണ്ടായിരുന്നു, സാറിസ്റ്റ്. ആ സാറിസ്റ്റും കമ്മിസാറിസ്റ്റും കൂടെ ചേർന്നപ്പോൾ പൂർണ്ണമായി 100% ടോട്ടലിറ്റേറിയനായി. ബംഗാളിൽ അതിൻ്റെ ജനാധിപത്യ ലോകത്തെ സോവിയറ്റ് യൂണിയനായിരുന്നു ബംഗാൾ. ഒരു ഘട്ടം കൂടെ കഴിഞ്ഞ് 2-3 തിരഞ്ഞെടുപ്പൊക്കെ കഴിഞ്ഞ് എല്ലാവരും അങ്ങ് ജയിക്കാൻ തുടങ്ങിയപ്പോൾ പിന്നെ എന്തിനാണ് പ്രതിപക്ഷമെന്ന് ബ്രഷ്നേവ് ചോദിച്ചില്ലേ ഇന്ദിരാഗാന്ധിയോട്? അത് തന്നെയാണ് ചോദിച്ചത്. ഇന്ദിരാഗാന്ധിക്കും ആ ഷേഡോ ഉണ്ടല്ലോ. എമർജൻസി എന്ന് പറഞ്ഞാൽ എന്താണ്? എമർജൻസി എന്ന് പറയുന്നത് സോവിയറ്റ് യൂണിയൻ്റെ ഈ സ്റ്റാലിനിസത്തിൻ്റെ നിഴൽ ഇന്ത്യയിൽ പതിച്ചതല്ലേ. പിന്നെ എന്താ, ചന്ദ്രൻ്റെ നിഴൽ ഭൂമിയിൽ വീണു എന്നൊക്കെ പറയുന്നത് പോലെ. അങ്ങനെ സ്റ്റാലിനിസം എവിടെയൊക്കെ ആക്റ്റീവായോ അവിടെയെല്ലാം കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ഇറാഡിക്കേറ്റഡ് ആവും. അത് തന്നെയാണ് ത്രിപുരയിലുണ്ടായത്. ഞാൻ ത്രിപുരയിൽ പോയി. എന്തിനാണെന്നറിയോ? ത്രിപുരയിൽ ലെനിൻ്റെ പ്രതിമ തല്ലി പൊളിച്ച് കളഞ്ഞു. എൻ്റെ കയ്യിൽ പോകാനുള്ള വണ്ടിക്കൂലിനെ കഷ്ടിയാണ്, എന്നാലും ഞാൻ പോയി. എനിക്കൊരു മനസ്സിൽ വിഷമം തോന്നി. ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് അവിടെ ചെന്നപ്പോൾ ഒരു SP എന്നെ എങ്ങനെയോ അയാൾ ഗൂഗിൾ ചെയ്തിട്ടല്ല, ഇവിടുത്തെ IAS ഓഫീസർമാരോട് ചോദിച്ച് മനസ്സിലാക്കി. കണ്ണൂരുകാരനായ ഒരു IAS ഓഫീസറുണ്ട്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇങ്ങനെ ആളാണ്, പ്ലാനിംഗ് ബോർഡ് മെമ്പറൊക്കെയായിരുന്നു. എനിക്ക് അദ്ദേഹം വിളിച്ചൊരു ചായയെല്ലാം തന്നു. അപ്പോൾ അവിടെ ഒന്നുമില്ല, തറ മാത്രമേ ഉള്ളൂ. ഈ നിലപാട് തറ എന്ന് പറഞ്ഞ മാതിരി ലെനിൻ നിന്ന തറ മാത്രമേ ഉള്ളൂ, വേറെ ഈ ലെനിനൊന്നും അവിടെ ഇല്ല. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാൻ ലെനിനിസ്റ്റും അല്ല, കമ്മ്യൂണിസ്റ്റും അല്ല, കോൺഗ്രസ്സും അല്ല, ഒന്നുമല്ല. പക്ഷേ എനിക്ക് വലിയൊരു വിഷമം തോന്നിയത്, ഞാനിവിടെ വരുമ്പോൾ, ഇവിടെ സർവീസിൽ വരുന്ന സമയത്ത് CPM ഓളിനോളാണല്ലോ, പോയിട്ട് കുറച്ച് ദിവസം കൊണ്ടാണല്ലോ ഭരണം പോയത്. എനിക്ക് വിഷമം തോന്നിയത് മിസ്റ്റർ ജോൺ, ലെനിൻ്റെ പ്രതിമ തകർന്നു വീണപ്പോൾ അത് പറക്കി കൂട്ടാൻ പോലും ആരും ഉണ്ടായില്ല. ഞാൻ എൻ്റെ കോൺസ്റ്റബിൾസിനെ വിട്ടിട്ടാണ് ഒരു ചെറിയ ലോറിയിൽ, താങ്കൾക്ക് വിഷമമില്ലെങ്കിൽ അവിടെ കിടക്കുന്നുണ്ടെന്ന്. ഈ തകർന്ന ലെനിൻ. ഞാൻ ഇതിനു വേണ്ടി പോയത്, അവിടെ റീത്തൊക്കെ വെച്ച് ഞാൻ. അത് അത്തരം തകർച്ച ഇതിൻ്റെ ലീഡർഷിപ്പിൻ്റെ പോരായ്മ കൊണ്ട് സംഭവിക്കുന്നതാണോ അതോ അപ്പാരറ്റസിനെ പൂജിക്കുക, ഐഡിയോളജിയെ തള്ളിക്കളയുക. ഇപ്പം TP ചന്ദ്രശേഖരൻ കമ്മ്യൂണിസ്റ്റാണ്, അവനെ കൊല്ലരുതെന്ന് തോന്നിയോ? എടാ, അവനൊരു കമ്മ്യൂണിസ്റ്റുകാരനല്ലേ, അവനെ തല്ലിയാൽ മതി എന്ന് തോന്നിയോ?
പാർട്ടി തീരുമാനം ലംഘിച്ചവനാണ്, അവനെ കൊല്ലണം. അപ്പോൾ അപ്പററ്റസ് ബിക്കംസ് മോർ ഇമ്പോർട്ടൻറ്റ്, മോർ പ്രഷ്യസ്, മോർ ഫെറ്റിഷ്. അപ്പോൾ ഐഡിയോളജി എവിടെ അവസാനിക്കുകയെന്നോ അപ്പററ്റസ് ശക്തമാവുന്നു. റിലിജൻസിനും സംഭവിച്ചിട്ടുണ്ട്. അതിലൊരു വൈരുദ്ധ്യം തോന്നിയിട്ടുള്ളത്, ഈ ത്രിപുരയിൽ മണിക് സർക്കാരിനെ പോലെ വളരെ ലളിത ജീവിതം നയിക്കുന്ന, ഒരു കാര്യമില്ല, വളരെ മാതൃകാപരമായ രാഷ്ട്രീയം മുന്നോട്ട് വെക്കുന്ന ഒരാൾ പോലും അപ്രസക്തനായി പോകുന്നു, രാഷ്ട്രീയമായി അപ്രസക്തനായി പോകുന്നു എന്നുള്ളതാണ്. ഇതിനു മുമ്പും പറഞ്ഞതാണ്. ഇവിടെ ഒരു ട്രെൻഡ് ഉണ്ടല്ലോ, എല്ലാം പിണറായി ആണ്. അപ്പോൾ ഇത് ഉദാഹരണം ഞാൻ പറഞ്ഞു. പിണറായി ദേഷ്യപ്പെടും, അല്ലെങ്കിൽ നിങ്ങളോട് സംസാരിക്കില്ല. മാണിക് സർക്കാരിനേക്കാളും നല്ല മര്യാദക്കാരുണ്ട്. മാണിക് സർക്കാരും പിണറായി വിജയനും അല്ല, മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അംഗീകരിച്ച സ്റ്റാലിനിസ്റ്റ് പൊളിറ്റിക്സാണ്. അതാ പയ്യന്നൂർ 2 ദിവസം മുമ്പ് കണ്ടത്. അല്ല, അത്തരം ഒരു സ്റ്റാലിനിസ്റ്റ് രാഷ്ട്രീയത്തെ പിൻപറ്റിപ്പോയ താങ്കളുടെ നേതാവ് എം വി രാഘവനും താങ്കളും 87-ൽ ഐക്യജനാധിപത്യ മുന്നണിയുടെ ഭാഗമായി മാറുന്നതോടുകൂടി ആ സ്റ്റാലിൻ യുഗം അവസാനിച്ചോ? വളരെ പ്രസക്തമായൊരു ചോദ്യം അത്, വളരെ പ്രസക്തമായൊരു ചോദ്യം അത്. ഞങ്ങൾ താൽക്കാലികമായിട്ടാണ് കരുണാകരനെ കണ്ടതും. 87-ലെ ഞങ്ങൾ ഉണ്ടാക്കിയ മുന്നണി എം വി ആറിനെ ജയിപ്പിക്കുകയും പാർട്ടിയെ നിലനിർത്തുകയും ചെയ്യുക എന്നുള്ളതാണ്. വേറെ മിനിമം പ്രോഗ്രാമാണ്. 89-ലെ ഇലക്ഷനിൽ, പാർലമെൻറ്റ് ഇലക്ഷനിൽ, അന്ന് KK പരിയാരം തളിപ്പറമ്പിൽ മരിച്ചുപോയി. അപ്പോൾ ഞങ്ങൾ മത്സരിച്ചാണല്ലോ തളിപ്പ 2000 വോട്ടിനാണ് തോറ്റത്. വീണ്ടും കരുണാകരൻ അന്ന് ഇപ്പോൾ ഒക്കെ ഡൈവേർട്ട് ചെയ്തതിന് തെറ്റൊന്നുമില്ല. അന്ന് KC വേണുഗോപാലിനെ പ്രപ്പോസ് ചെയ്തത്. അപ്പോൾ ഇന്നിപ്പോൾ തുറന്നു പറയാം, അന്ന് KPR ഗോപാലിനെ മത്സരിക്കണം താല്പര്യം ഉണ്ടായിരുന്നു. KPR ആയിരുന്നു MPRൻ്റെ ഇലക്ഷൻ കമ്മിറ്റി ചെയർമാൻ എന്ന് ഈ UDFൻ്റെ കൂടെയുള്ള ആദ്യത്തെ വിജയത്തിൽ. ആ മൂസാൻകുട്ടിയോടെ മത്സരിച്ച ആളാണ്. ഒടുവിൽ പയ്യന്നൂരിലുള്ള ബാലമാഷാണ് അവിടെ വേറെ ചില കമ്മ്യൂണിറ്റി ഇക്വേഷൻസിൽ മത്സരിച്ചത്. ഭയങ്കര സംഘർഷഭരിതമായ ആ തെരഞ്ഞെടുപ്പായിരുന്നു. പക്ഷേ അന്ന് ഇറക്കിയ സ്റ്റേറ്റ്മെൻറ്റ് MPR എന്നോട് പറഞ്ഞ് ഞാനാണ് ഇറക്കിയത്. 20 സീറ്റിലും CMB പാർലമെൻറ്റിൽ UDFനെ പിന്താങ്ങുന്നു. കാരണം തളിപ്പറമ്പിൽ CMBയെ UDF പിന്താങ്ങുന്നു. അപ്പോൾ ഞങ്ങൾ മുന്നണിയില്ല. 90-ലാണ് ഞങ്ങൾ മുന്നണിയിലേക്ക് വരുന്നത്. ഞങ്ങൾ മുന്നണി ചേർന്നു എന്ന് ഞങ്ങളെ മുന്നണി ചേർത്തു എന്ന് UDF ഇതുവരെ പറഞ്ഞിട്ടില്ല. അതങ്ങോട്ടായതാണ്. പക്ഷേ നിങ്ങളാണ് സത്യത്തിൽ ഞാൻ പറഞ്ഞു തീർക്കാം. പക്ഷേ പാർട്ടിക്കകത്തൊരു പ്രോസസ്സ് ഉണ്ടായി. ആ പ്രോസസ്സിന് നേതൃത്വം കൊടുത്തത് MVRനേക്കാളും ചാത്തുണ്ണി മാസ്റ്ററും MR ചന്ദ്രശേഖരനുമാണ്. അപ്പോൾ ചാത്തുണ്ണി മാസ്റ്റർ നമ്മുടെ പാർട്ടി ചേരുകയാണ് ചെയ്തത്. അദ്ദേഹം നേരത്തെ പുറത്തു പോയതാണല്ലോ. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇന്നും അദ്ദേഹത്തിൻ്റെ ഫോട്ടോ എൻ്റെ വീട്ടിൽ വെച്ചിട്ടുണ്ട്. എൻ്റെ എല്ലാ അർത്ഥത്തിലുള്ളൊരു നേതാവാണ്, ഗുരുവാണ്. 7 മണിക്കൂറൊക്കെയാണ് അദ്ദേഹം ക്ലാസ് എടുക്കുക. 7 മണിക്കൂർ മാർക്സിസത്തെക്കുറിച്ച്. മാഷെ പുറത്താക്കിയപ്പോൾ എനിക്ക് വളരെ വിഷമമായിരുന്നു. മാഷ് നമ്മുടെ പാർട്ടിയിൽ വന്നു. അധികം നാളൊന്നും ഉണ്ടായില്ല, 3 വർഷം കൊണ്ട് മരിച്ചുപോയി. അപ്പോൾ മാഷ് ഒരു ചർച്ച തുറന്നു വിട്ടു. മാധ്യമം പത്രത്തിലാണ് തുറന്നു വിട്ട്, വാരികയിൽ. MRCയും പാർട്ടിയിൽ ചേർന്നു. MRCയാണ് സെൻട്രൽ കൗൺസിൽ മെമ്പറായി മരിക്കുന്നവരെ. കഴിഞ്ഞ വർഷം വരെ അദ്ദേഹം മലയാളം മണ്ണിൻ്റെ എഡിറ്ററായിരുന്നു. അപ്പോൾ MRC ഈ സ്റ്റാലിനിസം ശരിയല്ല, സ്റ്റാലിനിസം ഒരു എബലേഷൻ അല്ല, മറിച്ച് ഒരു എനിമിയാണ്, ഒരു പാളിച്ചയൊന്നല്ല, അതൊരു പ്രശ്നമാണ് എന്നുള്ള ചർച്ച ആരംഭിച്ച് MVRന് തന്നെ ഉള്ളിൻ്റെ ഉള്ളിൽ അദ്ദേഹം തന്നെ പറയും, ഞാൻ നല്ലൊരു സ്റ്റാലിനിസ്റ്റാണ് എല്ലാം കൊണ്ടും. അപ്പോൾ അദ്ദേഹം ഒരു പാട്ട്, അധികം പാട്ടൊന്നും പാടുന്ന ആളല്ല, പണ്ടൊരാൾ എഴുതിയുള്ള ഒരു പാട്ടാണ്. അതിൻ്റെ അവസാനത്തെ വരി ഇതാണ്: ലോകമേ സല്യൂട്ട് ചെയ്യൂ എന്നാണ്. ഉയർന്നു നിൽക്കുന്നു സ്റ്റാലിൻ, ലോകമേ സല്യൂട്ട് ചെയ്യൂ എന്ന് പറഞ്ഞാൽ സ്റ്റാലിനിസം മാത്രമല്ല, സ്റ്റാലിൻ കൾട്ടാണ്. അപ്പോൾ CMBക്ക് ചെറിയ പാർട്ടിയാണെങ്കിലും തുറന്ന ചർച്ച. അപ്പോൾ ഞാനും ചെറിയ സ്റ്റാലിനിസ്റ്റ് തന്നെ, ചെറുതല്ലാത്ത. MRCയായിട്ടൊക്കെ ഭയങ്കര ചർച്ചയാണ്. അപ്പോൾ ഞാൻ 2ാം ലോകമഹായുദ്ധത്തിന് സ്റ്റാലിൻ ഇല്ലായിരുന്നു എന്ത് ചെയ്യുമായിരുന്നു? അപ്പോൾ MRC മറുപടി, സ്റ്റാലിൻ്റെ റഷ്യ ഹിറ്റ്ലറുടെ ജർമ്മനിയെ തോൽപ്പിച്ചത് ശരിയാണെങ്കിലും സാറിൻ്റെ റഷ്യ നെപ്പോളിയനെയും തോൽപ്പിച്ചിട്ടുണ്ട്. അത് റഷ്യൻ പട്ടാളത്തിൻ്റെ മിടുക്കാണ്, അതിൻ്റെ മുമ്പിൽ കയറി നിൽക്കണ്ട. ശരിയാണ്. പക്ഷേ സ്റ്റാലിൻ്റെ ഒട്ടും കുറച്ച് കാണല്ല. പക്ഷേ അപ്പോൾ സ്റ്റാലിനിസത്തിൻ്റെയോടുള്ള സമീപനത്തെക്കുറിച്ച് CMBയിൽ ഇപ്പം ഇന്നായിരിക്കും അതൊക്കെ ഇത്രയും വലിയൊരു വേദിയിൽ ചർച്ച ചെയ്യുന്നത്. വളരെ രൂക്ഷമായ അല്ലെങ്കിൽ ഫലപ്രദമായ ചർച്ച നടത്തി MV രാഘവൻ എന്ന ബോൺ സ്റ്റാലിനിസ്റ്റ് മാറി.
3 കാര്യങ്ങൾ അദ്ദേഹം മുന്നോട്ട് കൊണ്ടുവന്നു. ഞങ്ങളുടെ 3ാം സംസ്ഥാന സമ്മേളനത്തിൽ തിരുവനന്തപുരത്ത് അന്ന് ഗവൺമെൻറ് വന്നു. ബലം പ്രയോഗിച്ച വിപ്ലവം ഇന്ത്യയിൽ പ്രായോഗികമല്ല. അതിനു മുമ്പായി തൊഴിലാളി വർഗ സർവാധിപത്യം എന്ന സങ്കല്പം പാപ്പരായി. വെറുതെ ഓമനിച്ചുകൊണ്ട് നടക്കണ്ട. തൊഴിലാളി വർഗ സർവാധിപത്യം ആത്യന്തികമായും ഡിക്റ്റേറ്റർഷിപ്പ് ഓഫ് ദ പ്രൊളറ്റേറിയറ്റ് എന്നത് ഡിക്റ്റേറ്റർഷിപ്പ് ഓഫ് ദ അപ്പറേറ്റസ് ആവും, ഡിക്റ്റേറ്റർഷിപ്പ് ഓഫ് ദ ജനറൽ സെക്രട്ടറി ആവും. തള്ളിക്കളഞ്ഞു. ബലം പ്രയോഗിച്ച വിപ്ലവം തള്ളിക്കളഞ്ഞു. 3ാമത്തത് കുറച്ചും കൂടെ ഉള്ളതാണ്, വിഷമാണ് നടപ്പാക്കാൻ. ജനാധിപത്യ കേന്ദ്രീകരണത്തിലാണ് അവസാനിക്കുന്നത്. അതുകൊണ്ട് പാർട്ടിക്കകത്ത് ജനാധിപത്യ കേന്ദ്രീകരണ സ്വഭാവം മറികടക്കാൻ ഉണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ എങ്ങനെ ചെയ്തു ഇപ്പോഴും ഞങ്ങൾ ആ രീതിയൊക്കെ തന്നെയാണ് പോണത്. പക്ഷേ അതുകൊണ്ട് എം വി രാഘവനെ ഞാൻ കാണുന്നത്, അത് വി എസിനെയും കാണാൻ പറ്റും. വി എസ് 96 വരെയുള്ള വി എസ് അല്ല ഇന്നത്തെ വി എസ്. അദ്ദേഹത്തിൻ്റെ ഇന്നലെ ഞാൻ അദ്ദേഹത്തിൻ്റെ സ്മരണയിൽ പങ്കെടുത്തിരുന്നു. 96 കഴിഞ്ഞപ്പോൾ വി എസ് വേറൊരാളായി. പക്ഷെ ഇങ്ങനെ പറഞ്ഞൊന്നുമില്ല. പക്ഷേ എം വി ആർ അത് പറഞ്ഞു, ഞാൻ പഴയ ആളല്ല, പഴയ പാർട്ടിയല്ല. അതേപോലെ തന്നെ അദ്ദേഹം ചെയ്ത മറ്റൊരു കാര്യം, ചൈനീസ് പാർട്ടി എടുക്കുന്ന വികസന നയങ്ങൾ ശരിയാണ്. മാർക്കറ്റിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടല്ലാതെ സോഷ്യലിസം വളർത്താൻ കഴിയില്ല. അതും ചാത്തുണ്ണി മാഷ തുടങ്ങിയത്, പെരിസ്ട്രോയിക്ക, ഗ്ലാസ് നെസ്റ്റ്. അപ്പോൾ അതിൽ വിഴിഞ്ഞം തുറമുഖം, ഇപ്പോൾ എല്ലാവരും സക്സസ് സെവറൽ ഫാദേഴ്സ്, ഫെയിലിയർ ഈസ് എൻ ഓർഫൺ എന്നാണല്ലോ. വിഴിഞ്ഞത്തിന് എത്ര അച്ഛനമ്മമാരാണ് ഇപ്പോൾ. പക്ഷേ അതിൻ്റെ യഥാർത്ഥ ബീജം എം വി രാഘവൻ്റെ എന്താണത്? BOT എന്നുള്ള കോൺസെപ്റ്റാണ്. മെഗാ പ്ലാനുകളിൽ BOT അവസാനം ചൈനീസ് കമ്പനിക്കാണ് കിട്ടിയത്. പിന്നെ അതൊരു വേറൊരു പ്രശ്നമായി. എന്തായാലും കോപ്പറേറ്റീവ് സെക്ടറിലെ മെഡിക്കൽ കോളേജ് മുതൽ ഈ വിഴിഞ്ഞം തുറമുഖം പോലുള്ളൊരു മെഗാ പ്രോജക്റ്റ് എൻവിസാജ് ചെയ്യാൻ എം വി ആറിനെ പ്രാപ്തനാക്കിയത് ആ റിഫോംഡ് കമ്മ്യൂണിസ്റ്റ് എന്നുള്ള രീതിയിലാണ്, സ്റ്റാലിനിസ്റ്റ് എന്ന രീതിയിലല്ല. ഇപ്പോഴും സക്സസ് ആയപ്പോൾ പിണറായി വിജയനും പറയുന്നത് വിഴിഞ്ഞം മഹാശ്ചര്യം. എന്നാൽ BOT മഹാശ്ചര്യം ഇപ്പോഴും പറയുന്നില്ല. തിയററ്റിക്കലി വർക്കിംഗ് ക്ലാസിൻ്റെ അധ്വാനവും 3-4 ലോക രാജ്യങ്ങളിലെ വർക്കിംഗ് ക്ലാസിൻ്റെ ലേബർ പവറും ക്യാപിറ്റലും തമ്മിൽ യോജിപ്പിക്കുക, അതാണ് ചൈനീസ് പാർട്ടി ചെയ്തത്. ഈ ഇത്തരം വികസന സങ്കല്പങ്ങളിലേക്ക് പോകുന്നതിനിടയ്ക്ക് താങ്കൾ TP ചന്ദ്രശേഖരൻ്റെ കാര്യം പറഞ്ഞു. അതുപോലെ തന്നെ സത്യത്തിൽ കടുത്ത എതിർപ്പിനെ നിയമസഭയ്ക്കകത്ത് പോലും സഖാവ് എം വി ആറിന് നേരിടേണ്ടി വന്നു. ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ വ്യക്തിപരമായി എൻ്റെ പഴയ അനുജന്മാർ എന്നോട് ഇത് ചെയ്തല്ലോ എന്ന് താങ്കളോട് വളരെ പേഴ്സണലായി പറഞ്ഞ സന്ദർഭം ഉണ്ടായിട്ടുണ്ടോ? അദ്ദേഹം പൊട്ടിക്കരഞ്ഞു. അദ്ദേഹം കാറിൽ ആശുപത്രിയിലേക്ക് പോകുമ്പോൾ കരഞ്ഞുകൊണ്ടാണ് പോയത്. അത് കണ്ടത് ഞാനല്ല, TCH വിജയൻ എന്ന അദ്ദേഹത്തിൻ്റെ സെക്രട്ടറിയാണ്. വിതുമ്പി കരഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ആശുപത്രിയിലെത്തിയത്. ആശുപത്രി 2 ദിവസം കടന്നു. ഞാനുണ്ടായിരുന്നു. ഇപ്പോൾ ഹൈക്കോർട്ടിൽ സീനിയർ അഡ്വക്കേറ്റായിട്ടുള്ള സ്വാതികുമാർ, വാമദേവൻ, 2-3 ആളേ ഉള്ളൂ. എല്ലാവർക്കും പേടിയാണ്. എം വി ആർ പറഞ്ഞടാ പോവാം, പുറത്തിറങ്ങണം, പ്രസംഗം തുടങ്ങും, നീ കിഴക്കേക്കോട്ടിൽ പ്രസംഗം അനൗൺസ് ചെയ്തോളൂ. കിഴക്കേക്കോട്ടിൽ എം വി രാഘവൻ പ്രസംഗിക്കുന്നത് പോച്ചോ, വെറുതെ പോസ്റ്റ് ഒട്ടിച്ചാൽ മതി. അപ്പം ഡോക്ടർ പറഞ്ഞു പോകാൻ പറ്റില്ല. നിങ്ങളോട് ചോദിച്ചിട്ടാണോ ഞാൻ പോകുന്നത്? ഞാൻ പോകും. എന്നാൽ നിങ്ങൾ എഴുതി വെച്ചിട്ട് പോകണം, അത് നിങ്ങൾ എഴുതിയാൽ മതി എന്ന് പറഞ്ഞു. മൂപ്പർ ആരോട് വഴക്കുണ്ടാക്കാൻ മൂപ്പർക്ക് ചെറിയ സമയം വേണ്ടു. എന്നെ ഡിസ്ചാർജ് ചെയ്യണം എന്നൊക്കെ രോഗി തന്നെയാണ് പറയുന്നത്. അപ്പോൾ നേരത്തെ പേര് പറഞ്ഞ KKN പരിയാരം അപ്പുറത്ത് മുറി കിടക്കുന്നു. അപ്പോൾ മൂപ്പർ ആദ്യം വളരെ കൂളായിട്ട് KKN പരിയാരത്തിൻ്റെ മുറിയിൽ ചെന്നു. അപ്പോൾ KKN പരിയാരം കിടന്നുകൊണ്ടാണ് കൈ ഇങ്ങനെ പിടിച്ച് രാഘവ എന്ന് പറഞ്ഞു. ഞാൻ മാത്രമേ ഉള്ളൂ. എം വി ആർ വീണ്ടും ഒരു കുഞ്ഞിനെ പോലെ കരഞ്ഞു. കണ്ണുനീര് വരുന്ന കാര്യത്തിക്കാരൻ. ഞാനപ്പോൾ എന്താ നിങ്ങൾ ഈ കാണിക്കുന്നു എന്ന് ചോദിച്ചു. പെട്ടെന്ന് ഇവർ വേണ്ടെടുത്ത്, കാരണം പൊതുയോഗത്തിന് പോവുക. പിന്നെ ആ വിഷയത്തെക്കുറിച്ച് ഒന്നും സംസാരിച്ചില്ല. പക്ഷേ
അതീവ ഖിന്നനായിരുന്നു. AKG ആശുപത്രിയിൽ വെച്ച് അദ്ദേഹത്തെ ആ ചെരുപ്പെറിഞ്ഞ് ഒരു ഭ്രാന്തനെ പോലെ ചെറിയ ചെറിയ കല്ലുകൾ ഇങ്ങനെ എടുത്തെറിഞ്ഞ് റോഡിലൂടെ നടത്തി കൊണ്ടുപോയ സംഭവമൊക്കെ അദ്ദേഹത്തെ വല്ലാതെ ബാധിച്ചു. പക്ഷേ ഹി വാസ് ലക്കി ആൻഡ് സ്റ്റിൽ ഹീ ഈസ് ലക്കി. അദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കാൻ ഞാൻ മാത്രമൊന്നല്ലല്ലോ, എത്രയോ വർഷത്തെ പാരമ്പര്യമുള്ള ആളുകൾ MVRൻ്റെ കൂടെ നിന്നില്ലേ? നിങ്ങൾ പേടിക്കേണ്ട, ഞങ്ങളുണ്ട്. ഇപ്പോൾ കൂത്തുപറമ്പ് സംഭവം കഴിഞ്ഞു, 5 പേര് മരിച്ചു, കഷ്ടമാണ്. ആർക്ക് വേണമെങ്കിലും ചേഞ്ച് ചെയ്യാമല്ലോ ഫ്ലോറ്. ഒരാൾ ചേഞ്ച് ചെയ്തോ? CMPന്ന് ചേഞ്ച് ചെയ്തില്ല. അതുകൊണ്ട് CMPയെ ഞാനിപ്പോൾ ഇങ്ങനെ ഇവിടെ ഇരുന്ന് വലുതാക്കി പറയല്ല, പക്ഷെ അതൊരു വല്ലാത്ത കഥയാണ്. പക്ഷേ താങ്കളോട് കുറച്ചുകൂടി CPM ചെറുപ്പക്കാർ, പുതിയ നേതൃത്വമൊക്കെ വളരെ സൗമനസ്യം കാണിച്ചായിട്ട് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. എന്നെ അടിച്ചത് ഓർമ്മയില്ല അല്ലേ? അല്ല, അടി താങ്കൾക്ക് കൊണ്ടിട്ടുണ്ട്. പക്ഷേ പിന്നീട് താങ്കൾ ബേബി ജോൺ മന്ത്രിയായിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ വാഹനത്തെ താങ്കളുടെ നേതൃത്വത്തിലുള്ള സഖാക്കൾ തടയുന്നു, പരീക്ഷയിൽ തോറ്റു. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടല്ലോ. അതൊരു ചെറിയ കാര്യം. എൻ്റെ തലയിൽ ഇപ്പോഴും 2 കഷ്ണമായിട്ടിരിക്കുക. എന്നെ പെരളശ്ശേരിയിൽ വെച്ച് 50 ആൾ കൂടിയാണ് അടിച്ചത്. പിന്നെ കൊണ്ടുവന്നവരെ വടിയൊക്കെ മുറിഞ്ഞുപോയി. എൻ്റെ ബലം കൊണ്ടാണോ വടിയുടെ ബലക്കുറവ് കൊണ്ടാണോ എന്ന് അറിഞ്ഞുകൂടാ. ഞാൻ മരണത്തെ മുഖാമുഖം കണ്ടു. അതേസമയം തന്നെ താങ്കൾ തന്നെ മുമ്പൊരിക്കൽ പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട്. ഈ KP സതീഷ് ചന്ദ്രൻ താങ്കളെ കാണുമ്പോൾ താങ്കൾ ഈ 87 തെരഞ്ഞെടുപ്പിലെ പരാജയത്തിന് ശേഷം അതിൻ്റെ സങ്കടം ഒരു നെടുവീർപ്പോട് കൂടി പറയുമ്പോൾ സതീഷ് ചന്ദ്രൻ അത് കേട്ട് കരയുകയാണ്. വളരെ വികാരപരമായ ഒരു സംഭവമാണ് CPM-ലെ പിളർപ്പ് എന്ന്. സതീശൻ ഇപ്പോഴും അങ്ങനെ തന്നെയുള്ളൊരു വ്യക്തിപരമായ ബന്ധം ധാരാളം പേരായിട്ടുണ്ട്. അങ്ങനെ പലരും ഉണ്ടല്ലോ, താങ്കളോട് വളരെ പ്രിയമുള്ള പലരും. പക്ഷേ CPM-ൻ്റെ ക്രൗര്യം എനിക്ക് നേരെ ഉണ്ടായി എന്നുള്ളത് ഞാനും പിന്നെ ആരോടും പറയുന്നില്ല. അവർക്കൊന്നും കൂടെ ചെയ്യാൻ തോന്നണ്ടെന്നുള്ളതുകൊണ്ട്. അതുകൊണ്ട് നിങ്ങൾ മനോരമയുടെ റിസർച്ചിൻ്റെ റഡാറിൽ പോലും പെട്ടില്ല. ഞാൻ 2 ആഴ്ച ആശുപത്രിയിൽ കിടന്നു. അതൊക്കെ അത് കഴിഞ്ഞിട്ട് അത് ചെയ്ത ആളുകളെന്ന് നേരിട്ട് തന്നെ വന്ന് കണ്ടില്ലെങ്കിലും ഇൻഡയറക്റ്റായിട്ടൊക്കെ പറഞ്ഞു. അപ്പോൾ നായനാർ അപ്പം തന്നെ വിളിച്ച്, ശ്രീനിവാസൻ എന്ന് പറഞ്ഞ ഓഫീസ് സെക്രട്ടറി വിളിച്ച്, ഓനെന്തെങ്കിലും പറ്റിയോടോ? കുഴപ്പമൊന്നുമില്ല. ആ ഒരു കരുതലാണ് സത്യത്തിൽ താങ്കളോടുള്ള വേറെ തരത്തിലുള്ള രാഷ്ട്രീയ സൗമനസ്യം. അല്ല, എന്നോട് എല്ലാ കാലത്തും കമ്മ്യൂണിസ്റ്റ് പാർട്ടി വളരെ സൗമനസ്യം കാണിച്ചിട്ടുണ്ട്. എല്ലാ കമ്മ്യൂണിസ്റ്റുകാരും ഇന്നവരെന്നല്ല, മറ്റുള്ള പാർട്ടിക്കാർ. അതുകൊണ്ട് ഞാനതിൽ താങ്ക്ഫുള്ളാണ്. ഇപ്പം എന്നെ വേണമെങ്കിൽ കൊല്ലാലോ. അപ്പോൾ ഞാൻ ആ മുഖാമുഖം അങ്ങനെ നിന്നപ്പോൾ എന്നെ ഞാനൊരു ഓട്ടോറിക്ഷയിൽ ചാടി കയറി. എന്നെ അടിച്ച് ഞാൻ എൻ്റെ വസ്ത്രമൊക്കെ പോയി. എല്ലാം എന്താണ് നിന്നമണിഞ്ഞ ചോർപ്പണേക എന്നുകൊണ്ടൊരു കഥാപാത്രമല്ലേ കഥകളിയിൽ. വീഡിയോ ഒക്കെ ഉണ്ടെങ്കിൽ നല്ല രസമായിരിക്കും കാണാൻ. എങ്ങനെ ബ്ലഡിൽ കുതിർന്നിരിക്കുകയാണ്. അപ്പോൾ എന്നെ വീണ്ടും പുറത്തേക്ക് വലിച്ചിട്ടാൻ നോക്കിയപ്പോൾ എനിക്ക് സങ്കടമല്ല, ദേഷ്യമാണ് വരുന്നത്. പെട്ടെന്ന് എനിക്ക് മനസ്സിലായി ഞാൻ മരിക്കാൻ പോവാണ്. ഒരാൾ കുത്തിയാൽ മതിയല്ലോ, ആരുമില്ല ഇവിടെ, വെള്ളശ്ശേരിയിലാണ്. അപ്പം ഞാൻ എന്നെ കൊല്ലല്ലേ എന്ന് ഞാൻ. അപ്പോൾ ഒരാൾ വേണ്ട, മതി, തീരുമാനപ്രകാരം അത്രയേ ഉള്ളൂ. പിന്നീട് രാഘവട്ടൻ എന്ന് പറയുന്ന അവിടുത്തെ ഏരിയ സെക്രട്ടറി പറഞ്ഞു അത്രേ, അത് പെരളശ്ശേരിയിൽ വെച്ച് അത് ചെയ്യാനുള്ള കാരണം പെരളശ്ശേരിക്കാർ പറഞ്ഞതേ ചെയ്യൂ, കൂടുതൽ ചെയ്യില്ല. കല്യാശ്ശേരിയിലോ പയ്യന്നൂരാണെങ്കിൽ ചിലപ്പോൾ പ്രശ്നമാവും എന്ന് പറഞ്ഞതുകൊണ്ട് ഞാനിപ്പോൾ അതൊക്കെ ലൈറ്റായിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ അതിൽപ്പെട്ട ആൾക്കാർ ഇപ്പോൾ എന്നെ കണ്ടാൽ ഞങ്ങൾ തമ്മിൽ ചായ കുടിക്കും. അല്ല, ഈ കൂട്ടത്തിൽ തന്നെ ഒട്ടധികം CPM സഹാക്കൾ ഉണ്ടാവണം ഉറപ്പായിട്ടും. അല്ല, അടിച്ച ആളുകളെ അങ്ങനെ അവർക്കൊന്നൊരു പ്രശ്നമല്ല. അല്ല, എനിക്കും പ്രശ്നമല്ല. ഇപ്പോൾ CMB ഞാനും CPM-ന് വേണ്ടിയും അത്തരത്തിലുള്ള എന്താ പറയുക, മിലിഷ്യ എന്ന് പറയില്ലേ, പാർട്ടിക്ക് വേണ്ടി പിന്നെ വേണ്ടി വന്നാൽ അതിനെ റെസിസ്റ്റ് ചെയ്യുക എന്നുള്ളതിൽ ഇന്നലെ ഉണ്ടായ ഒരു കഥ. പന്തിരാങ്കവിൽ ചെന്നപ്പോൾ ഞങ്ങളുടെ സ്ഥാനാർത്ഥിയോടെ ഭവിത എന്നൊരു കുട്ടി മത്സരിക്കുക. അപ്പോൾ പരിപാടിയെല്ലാം കഴിഞ്ഞ് ചായ കുടിക്കാനൊക്കെ പോകുമ്പോൾ ഒരാൾ കണ്ടു. നമ്മൾ പണ്ട് ഇന്ദിരാഗാന്ധി വന്നിട്ട് നമ്മുടെ ചുമരെഴുത്ത് മാറ്റിയപ്പോൾ സഖാവ് പട്ടിയൊക്കെ എടുത്ത് ഇറങ്ങിയത് ഓർമ്മയുണ്ടോ? ഞാൻ ഓർമ്മയുണ്ട്. അപ്പം അതുകൊണ്ട്
ഞങ്ങളൊക്കെ ഒരു വർഗത്തിൽപ്പെട്ടവരാ. പാർട്ടിയെ ചലഞ്ച് ചെയ്താൽ അതിനെ ചോദ്യം ചെയ്യുക എന്നുള്ള ആ ഒരു അപ്പാരറ്റസിൻ്റെ ഭാഗമായിരുന്നല്ലോ ഞാനും. അപ്പോൾ ഞാനൊരു മകാനാണ്, ബാക്കി എന്നെ അടിച്ചവരൊക്കെ മോശം, അങ്ങനെയൊന്നുമില്ല. അപ്പം നിങ്ങൾ തമ്മിൽ ഈ ഇരപിഴിയാത്ത വിധം ഒരു രാഷ്ട്രീയ സഖ്യം ഉള്ളാലെ ഉണ്ടെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഒരു സംഗതി താങ്കൾ തന്നെ മറ്റൊരു അഭിമുഖത്തിൽ പറഞ്ഞ് ഞാൻ ഓർക്കുന്നുണ്ട്. ഇന്നത്തെ CPM സംസ്ഥാന സെക്രട്ടറി സഖാവ് MV ഗോവിന്ദൻ ഈ പിളർന്നു പോകുന്ന ഘട്ടത്തിൽ, വഴിമാറിപ്പോകലിൻ്റെ ഘട്ടത്തിൽ സഖാവ് MV രാഘവൻ്റെ ഏറ്റവും വിശ്വസ്തനായ പിൻഗാമിയായിരുന്ന ആളാണ്. അദ്ദേഹം പറയുന്നുണ്ട്, ഞാൻ സഖാവിനൊപ്പം ഇല്ല, ഞാൻ പാർട്ടിക്കൊപ്പം ഇല്ല. അപ്പോൾ അതെങ്ങനെയാണ് MVR തിരുത്തിയതെന്ന് സഖാവ് CP ജോൺ പറയും. അത് ഇതൊക്കെ വീണ്ടും വീണ്ടും എന്തിനാ പറയുന്നു? ഇതൊക്കെ സെൽഫ് പ്ലേജറിങ് ആവും. അയാൾ പറഞ്ഞു തന്നെ വീണ്ടും പറയാൻ പാടില്ല. അപ്പം അതുകൊണ്ട് വീണ്ടും നിങ്ങൾ ചോദിച്ചുകൊണ്ട് പറയാമെന്ന് മാത്രമേ ഉള്ളൂ. ഗോവിന്ദ മാഷ് ആയിരുന്നു വാസ്തവത്തിൽ MVRൻ്റെ ഏറ്റവും വിശ്വസ്തനും, MVRന് ഏറ്റവും MVRനോടല്ല MVRനും. ഇപ്പം ഞാനൊക്കെ അതിൻ്റെ 10% ഉള്ളൂ. പിന്നെ ഉള്ളത് നമ്മുടെ പി ശശിയാണ്. അതുപോലെ കുറച്ച് ആൾക്കാരുണ്ട്. അപ്പോൾ പി ശശിയാണ് ഈ ബദൽരാഗിയൊക്കെ എന്നെ വായിച്ച് കളിപ്പിക്കുന്നത്. ഞാൻ വായിച്ചിട്ടുണ്ട്, അത് വേറെ കാര്യം. അപ്പോൾ ഗോവിന്ദ മാഷോടും MVRന് ഭയങ്കര ഇഷ്ടമാണ്. ഈ P ജയരാജനോടും അതെ. അപ്പോൾ മാഷ് ഇനി ഒന്നില്ല, മാഷ് അനിയൻ CPM മൊറാഴ ആന്തൂരാണല്ലോ സ്ഥലം. അപ്പോൾ ആ വീട്ടിൽ CPMൻ്റെ യോഗം നടക്കുമ്പോൾ അനുജൻ്റെ പേരിലാണ് യോഗം നടക്കുന്നത്, ചേട്ടൻ പങ്കെടുക്കുന്നില്ല. വലിയ അദ്ദേഹം തന്നെ അത് തുറന്നു പറഞ്ഞിട്ടുള്ളൂ, വലിയ രഹസ്യമൊന്നുമില്ലല്ലോ. വലിയ ആന്തരിക സംഘർഷത്തിൽ കൂടെ കടന്നുപോയി. ഒരാളോട് പറഞ്ഞു, എനിക്ക് രാഘവൻ എന്ന് പറയാൻ പറ്റില്ല, എന്നാൽ MVR എന്ന് പറയാനും പാടില്ല. അങ്ങനെയൊക്കെ ഉണ്ട്. MVR എന്നേ പണ്ട് പറയാൻ പാടുള്ളൂ, രാഘവൻ എന്ന് പറയാൻ പാടില്ല. MVRനെ പുറത്താക്കിയപ്പോൾ രാഘവൻ എന്നേ പറയാൻ പാടുള്ളൂ, MVR എന്ന് പറയാൻ പാടില്ല. അപ്പോൾ എനിക്ക് രാഘവൻ എന്നൊക്കെ പറയാൻ വലിയ പാടാന്ന് മാഷ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മാഷ് വന്നിട്ട് ഇങ്ങനെ പറഞ്ഞു, ഞാൻ അപ്പോൾ MVRനോടൊരു വിടപറച്ചൽ പോലെ ഞാൻ ഒന്നിലേക്കില്ല എന്ന് പറഞ്ഞപ്പോൾ MVRന് പുച്ഛം, മൂക്കിൻ്റെ അറ്റത്ത് ശുണ്ടി പോലെ തന്നെ പുച്ഛമുണ്ട്. MVR ഇങ്ങനെ, ഇതാണിപ്പോൾ പഠിച്ചത്, നീ നിൻ്റെ പാർട്ടിയുടെ പണിയെടുത്തോളൂ, ഞാൻ എൻ്റെ പാർട്ടിയുടെ പണിയെടുക്കും. അല്ല, പാർട്ടിയിൽ നിന്ന് മാറി നിൽക്കുക എന്നുള്ളത്. ഇപ്പോൾ ഞാൻ തന്നെ ഈയിടെ കോഴഞ്ചേരി ചെന്ന എൻ്റെ ഒരു പഴയ മാമൻ എന്ന് പറയും, നീ ഇപ്പോൾ പാർട്ടിയിലൊക്കെ പ്രവർത്തിക്കുന്നില്ലേ എന്ന് ചോദിച്ചു. ഞാൻ CPM ആണേ. അപ്പോൾ അവൻ എന്നോട് ചോദിക്കുകയാണ്, അല്ല അപ്പോൾ ഞാൻ പാർട്ടിയിൽ പ്രവർത്തിച്ച് നിങ്ങൾക്കെന്താ? ഞാൻ CMP ആണോ എന്നല്ലല്ലോ ചോദിച്ചത്, നീ CPMൽ നന്നായി പ്രവർത്തിക്കണ്ടോന്നല്ലേ. ഞാൻ പ്രവർത്തിച്ചത് നിങ്ങൾക്കെന്താ സ്നേഹത്തിൽ എന്ന് പറഞ്ഞമാതിരി ഞങ്ങളൊക്കെ ആ ഒരു കൾട്ടിൻ്റെയോ അല്ലെങ്കിൽ ആ ഒരു സ്നേഹബന്ധത്തിൻ്റെയോ കാര്യങ്ങളൊക്കെ. MVR ഗോവിന്ദനായിട്ടുള്ള ബന്ധം അദ്ദേഹം മറച്ചു വെച്ചിട്ടില്ലല്ലോ, സെക്രട്ടറി അതിന് ശേഷം മറച്ചു വെച്ചിട്ടില്ല. പിന്നെ മറച്ചു വെച്ചവരും പേടിച്ചോടി, അതൊന്നും ഇപ്പോൾ പറയേണ്ട കാര്യമൊന്നും. ഈ താങ്കൾ പറഞ്ഞു ഒരു ഘട്ടത്തിൽ സഖാവ് MV രാഘവനോടൊപ്പം നിൽക്കാതെ പോയ ഒട്ടധികം ആളുകളുണ്ട്. നമ്മൾ വളരെ പ്രതീക്ഷയോടുകൂടി അദ്ദേഹത്തോടൊപ്പം നിൽക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന പലരും. പക്ഷേ പിന്നീട് CMPക്കൊപ്പം ചേരുകയും CPMനെതിരെ അതിശക്തമായ രാഷ്ട്രീയ പോരാട്ടം നടത്തുകയും ചെയ്ത താങ്കളുടെ പല പ്രിയപ്പെട്ട സുഹൃത്തുക്കളും ഒരു ഘട്ടത്തിൽ തിരിച്ച് CPMലേക്ക് പോയി. അവർ EDയുടെ മുന്നിലെത്തി, ചിലർ അവരെ പാർട്ടി രക്ഷപ്പെടുത്തി. അപ്പോൾ ആ രാഷ്ട്രീയ വഞ്ചനയാണോ സമീപകാലത്ത് താങ്കൾ നേരിട്ട ഈ വഞ്ചനയാണോ താങ്കളെ ഏറെ വേദനിപ്പിക്കുന്നത്? ഒന്നും കൂടെ പറഞ്ഞ്. അത് രണ്ട് തരത്തിലുണ്ടല്ലോ. ഒന്ന്, നിങ്ങൾ ആ മൂവ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് മുന്നോട്ട് ഇറങ്ങുന്ന സമയത്ത് ഒപ്പമുണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന ഒട്ടധികം സഹാക്കളുണ്ട്. അവർ പലരും നിങ്ങളുടെ കൂടെ വന്നില്ല. പക്ഷെ കൂടെ വന്ന് മനസ്സിലായി. അത് CMPയിൽ വന്നിട്ട് പോയവരെ കുറിച്ച് ഭയങ്കര രസമാണ്. അവരെല്ലാവരും കൂടെ പേരെഴുതി വെച്ചാൽ ഇന്നുള്ള CMPയുടെ 10-50 ഇരട്ടിയാവും. അപ്പോൾ ആൾക്കാർ പലപ്പോൾ ഇങ്ങനെ വരും, വന്നത് എളുപ്പമല്ല, നിന്ന് പോകും, ചെറിയ പാർട്ടിയല്ലേ. അപ്പോൾ കുട്ടൻ എന്ന് പറഞ്ഞ ആൾ നിലമ്പൂരിൽ നിന്ന് CMPയിൽ ചേർന്നു. അപ്പോൾ അദ്ദേഹം പിന്നെ ഒരു 2 ആഴ്ച കഴിഞ്ഞ് വിട്ടു. അപ്പോൾ കുട്ടൻ വന്നതൊന്നും കുട്ടൻ ആരാന്ന് എനിക്കിപ്പോഴും അറിയില്ല. അപ്പോൾ ദേശാഭിമാനിൽ ഭയങ്കര ഒരു ലീഡ് വന്നു, കുട്ടൻ പാർട്ടി വിട്ടു. പിന്നെ ടാപ്പ് ഒക്കെ ഉണ്ടല്ലോ അതിൽ. അപ്പോൾ അതുകൊണ്ട് അപ്പോൾ MVRന് ഈ ഭാഷ ഉപയോഗിക്കാൻ ഭയങ്കര മിടുക്കനാണ്. കുട്ടൻ പാർട്ടി വിട്ടു.
അപ്പം ആരാടാ ഈ കുട്ടി? ഓനെ ആർക്കറിയാം? ഓൻ പോട്ടോ. എന്നിട്ട് മൂപ്പര് സ്വതസിദ്ധമായ ശൈലിയിൽ പറഞ്ഞ്, എടാ ധൈര്യമുള്ളോ നിന്നാൽ മതി, വീരുക്കളൊക്കെ പൊക്കോ, ഇത് വീരുക്കൾക്ക് പറ്റിയ സ്ഥലമല്ല എന്ന് വെച്ചാൽ പോകുന്നവരൊക്കെ വീരുക്കളാണ് ബൈ ഡിഫോൾട്ട്. അപ്പോൾ അതുകൊണ്ട് അത് പിന്നീട് കാസർഗോഡ് ജില്ലയിൽ ഞങ്ങളുടെ ജില്ലാ സെക്രട്ടറി ആയിരുന്ന കുഞ്ഞിക്കണ്ണനെ പോലുള്ള ആളുകൾ, അവർ ഗവൺമെൻറ് ഉള്ളപ്പോഴാണ് പോയത്. ഞങ്ങളുടെ ജില്ലാ സെക്രട്ടറി ആയിരുന്നു കുഞ്ഞിക്കണ്ണൻ. അപ്പോൾ അങ്ങനെ പലരും വിട്ടിട്ടുണ്ട്. ഉണ്ണികൃഷ്ണൻ ഞങ്ങളുടെ ജില്ലാ സെക്രട്ടറി ആയിരുന്നു, തൃശ്ശൂർ DYFയുടെ ജില്ലാ സെക്രട്ടറി ആയിരുന്നു. അപ്പോൾ CMBയിലേക്ക് വരിക എന്നുള്ള പോലെ തന്നെ ഓസ്മോസിസും റിവേഴ്സ് ഓസ്മോസിസും ഉണ്ട്. അതുകൊണ്ട് അതൊരു പുതിയ കാര്യമല്ല. പക്ഷേ MVRൻ്റെ കാലശേഷം പിന്നെ ഈ CMB ഒന്നും ഉണ്ടാവില്ല, അങ്ങനെ ഉണ്ടാവേണ്ട കാര്യമില്ല എന്ന് കരുതിയ കുറച്ച് ആൾക്കാരാണ് അവസാനമായിട്ട് പോയി അവരുമായിട്ട് നെഗോഷിയേറ്റ് ചെയ്തത്. നെഗോഷിയേറ്റ് ചെയ്തപ്പോൾ പിണറായി ആ കാര്യത്തിലൊക്കെ വളരെ സ്ട്രെയിറ്റ് ഫോർവേഡാണ്. അദ്ദേഹം പറഞ്ഞു, പാർട്ടി വിട്ടവർ പാർട്ടിയിലേക്ക് മടങ്ങുക, മുന്നണി വിട്ടവർ മുന്നണിയിലേക്ക് വരിക. ഇവർ മുന്നണിയിലേക്കാണ് പോകുന്നത് പറഞ്ഞിട്ടാണ് കുറച്ച് ആളെയൊക്കെ ബോധ്യപ്പെടുത്തിയത്. പക്ഷേ മൂപ്പര് 1 സെൻറ്റൻസിൽ പറഞ്ഞിരുന്നു. ഞാനും അദ്ദേഹത്തോട് സംസാരിച്ചു. ഞാൻ അദ്ദേഹത്തോട് സംസാരിക്കാത്ത ഒരാളല്ല കേട്ടോ. പാർട്ടി വിട്ടവർ പാർട്ടിയിലേക്ക് വരിക, മുന്നണി വിട്ടവർ മുന്നിലേക്ക് വരിക എന്ന് പറഞ്ഞാൽ CMB ഉള്ളവർ പാർട്ടിയിലേക്ക് ചേർന്നോളാനായി പറഞ്ഞത്. അവർ പോട്ടെ. നമ്മൾ നമ്മുടെ ഈ ചർച്ച കുറച്ച് CMB കേന്ദ്രീകൃതമായി പോയി എന്ന് അറിയാം. MV രാഘവൻ്റെ നേതൃത്വത്തിൽ നിങ്ങൾ നടത്തിയ രാഷ്ട്രീയ നീക്കം, പിന്നീട് ഗൗരിയമ്മയുടെ നേതൃത്വത്തിൽ നടത്തിയ രാഷ്ട്രീയ നീക്കം, ഇതെല്ലാം CPMനെ ക്ഷീണിപ്പിക്കും എന്ന് നമ്മൾ പ്രതീക്ഷിച്ചു. അതൊരു പ്രതീക്ഷയല്ല, അങ്ങനെ ഒരു രാഷ്ട്രീയ സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ അതിനെല്ലാം മറികടന്നുകൊണ്ട് വളരെ സുഘടിതമായ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമായി കേരളത്തിൽ CPM നിൽക്കുന്നു, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നിൽക്കുന്നു. അപ്പം നിങ്ങൾ പറഞ്ഞ രാഷ്ട്രീയത്തെ കേരളത്തിൻ്റെ പൊതുസമൂഹം മാനിച്ചില്ല എന്നല്ല അതിനർത്ഥം. ഞങ്ങളിപ്പോൾ ഈ CPMനെ അങ്ങോട്ട് ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി പുറപ്പെട്ടതൊന്നല്ലല്ലോ. ഞങ്ങൾ കമ്മ്യൂണിസ്റ്റുകാരായി പ്രവർത്തിക്കാൻ ആഗ്രഹിച്ചു. ഞങ്ങളെ ഈ രാജ്യത്ത് നിർത്തില്ല എന്നവർ പറഞ്ഞു. ഞങ്ങൾ തന്നു. അപ്പോൾ താങ്കൾ എന്നോട് 40ാമത്തെ വർഷമാണ് ചോദിക്കുന്നത്. ഈ രാജേന്ദ്ര മൈതാനിയിലാണ് 86-ൽ MVR ആദ്യം പ്രസംഗിച്ചത്, എറണാകുളത്ത്. ഇപ്പോൾ ഞാൻ അവിടെ ഇരിക്കുകയല്ലേ. അപ്പോൾ അതുകൊണ്ട് ഒരു സ്റ്റാലിനിസ്റ്റ് അപ്പറേറ്റസ് ഉപയോഗിച്ചുകൊണ്ട് അതിനെ വിമർശിച്ചവരെ എല്ലാം അടിച്ചൊതുക്കി, അല്ലെങ്കിൽ അവരെ ആൻറ്റി കമ്മ്യൂണിസ്റ്റാക്കി മുദ്രകുത്തി. അപ്പോൾ ആ പരിശ്രമത്തെ ഞങ്ങൾ തോൽപ്പിച്ചു. അതിലവർക്ക് വിജയിക്കാൻ കഴിയും. ഞങ്ങൾ അവരെ തോൽപ്പിച്ച് അവരെക്കാളും വലിയ പാർട്ടിയൊന്നും ഒരിക്കലും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് CPMന് എന്ത് പരിക്ക് പറ്റി എന്നുള്ളത് ഞങ്ങളുടെ പ്രശ്നമല്ല. പക്ഷേ ഞങ്ങളൊരു കോൺട്രിബ്യൂഷൻ നടത്തി. എന്താണ് ആ കോൺട്രിബ്യൂഷൻ? ഞങ്ങൾ ഇത് സ്റ്റാലിനിസം അല്ല, ഇൻ പെർസ്പെക്റ്റീവ് കമ്മ്യൂണിസം. അത് റിട്രോസ്പെക്റ്റീവാണ്. ദേ ആർ ലിവിങ് ഇൻ റിട്രോസ്പെക്റ്റീവ്, വി ആർ ലിവിങ് ഇൻ പെർസ്പെക്റ്റീവ്. ഞങ്ങൾ ഭാവിയുടെ കമ്മ്യൂണിസത്തെ കേരളത്തിൽ അവതരിപ്പിച്ചു. അപ്പോൾ താങ്കൾ എന്നോട് നേരത്തിന് മുമ്പ് ചോദിച്ചതുപോലെ, ഇപ്പോഴല്ല വരുന്ന വഴിക്ക് ചോദിച്ചതുപോലെ, എന്തുകൊണ്ട് റോസ ലക്സംബർഗ്? അത് CPM പറഞ്ഞതല്ലല്ലോ, ഈവൻ MVR പറഞ്ഞതുപോലും അല്ല. അപ്പോൾ MVR മരിച്ചതിന് ശേഷവും ഒരു ജനാധിപത്യ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം, ഒരു ന്യൂ തിങ്കിങ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി, അതാണ് ലോകത്ത് വളർന്നു വരേണ്ടത് എന്ന് മാത്രമല്ല, അത് വളർന്നു വരും എന്ന് കരുതുന്നവരാണ് CMBക്കാർ. മാത്രമല്ല അതിൻ്റെ ആൻറ്റിത്തിസിസാണ് സ്റ്റാലിനിസം. മാർക്സിസത്തിൻ്റെ ആൻറ്റിത്തിസിസാണ് സ്റ്റാലിനിസ്റ്റ് അപ്പറേറ്റസ്. അപ്പം അതുകൊണ്ട് ഞങ്ങൾ നടത്തിയ സംഭാവന കേരളത്തിൽ ഇനി ജനിക്കാൻ പോകുന്നവരും ഇപ്പോൾ 5 വയസ്സും 3 വയസ്സുള്ള കുട്ടികളും 10 വയസ്സുകാർക്കൊക്കെ മുമ്പിൽ ഒരു ന്യൂ തിങ്കിങ് കമ്മ്യൂണിസ്റ്റ് മൂവ്മെൻ്റ് ഉണ്ട് എന്ന ഒരു വിത്ത് MVR വിതറിയിട്ടുണ്ട്. ഞങ്ങളത് കൊണ്ടു നടക്കുന്നുണ്ട്. ഞങ്ങളതിൽ സക്സസ്ഫുള്ളാണ്. അതിനോട് ചേർത്ത് എനിക്ക് ചോദിക്കാനുള്ളൊരു ചോദ്യം, നിങ്ങൾ സത്യത്തിൽ കേരളത്തിൽ ഐക്യജനാധിപത്യ മുന്നണിയിൽ കോൺഗ്രസും ലീഗും കഴിഞ്ഞാൽ അതിലെ ഏറ്റവും സീനിയറായ ഘടകകക്ഷിയാണ്. ലീഗ് പോലും ഒരു ഘട്ടത്തിൽ UDFൽ നിന്ന് ഒരു ചെറിയ ഇടവേളയിൽ ഇറങ്ങി നിന്നപ്പോഴും അവിടെ തുടർന്ന കക്ഷിയാണ് നിങ്ങൾ. അപ്പോൾ ആ മുന്നണിയെ നിങ്ങളുടെ രാഷ്ട്രീയം ആ മട്ടിൽ കുറച്ചുകൂടി ഇടതുപക്ഷ സ്വഭാവമുള്ളതാക്കാൻ നിങ്ങൾ എന്ത് സംഭാവനയാണ് ചെയ്തത്? ഞങ്ങളിപ്പോൾ ഐക്യജനാധിപത്യ മുന്നണി ഇടതുപക്ഷമാക്കുക എന്നൊക്കെ പറഞ്ഞാൽ പിന്നെ ഞങ്ങളവിടെ നിൽക്കില്ല. ഞങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുന്നു.
പൊതുവിൽ ഈ കാലഘട്ടത്തിന് ചേരുന്ന വികസന മുദ്രാവാക്യങ്ങൾ UDF അംഗീകരിക്കുന്നുണ്ട്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ വിഴിഞ്ഞം തുറമുഖമാണെങ്കിലും ഇവിടെ സിയാൽ ഞങ്ങൾ പറഞ്ഞിട്ടല്ലോ ലീഡ് തുടങ്ങിയതാണ്. അപ്പോൾ ഈ കാലഘട്ടത്തിൻ്റെ വികസന മുദ്രാവാക്യങ്ങൾ, മതേതരത്വം എന്ന ഓവർ ആർച്ചിങ് സ്ലോഗൻ. പിന്നീട് ഞങ്ങൾ കോൺഗ്രസുമായിട്ടുള്ള അലയൻസ് തന്ത്രപരമല്ല. 87-89 വരെ തന്ത്രപരമായിരുന്നു, ടാക്റ്റിക്കലായിരുന്നു. പിന്നീടത് പൊളിറ്റിക്കലാണ്. 89 BJPയുടെ ആവിർഭാവത്തിന് അല്ലെങ്കിൽ കുതിപ്പിന് ശേഷം ഞങ്ങൾ BJPക്കെതിരായി കോൺഗ്രസ് മുന്നണി എന്നത് പൊളിറ്റിക്കൽ ലൈനാണ്. ഇന്നും CPM ആ പൊളിറ്റിക്കൽ ലൈൻ ബീഹാറിൽ പോലും എടുത്തിട്ടില്ല. CPI എടുത്തിട്ടുണ്ട്. CPI ML CPMനേക്കാൾ മുന്നിലാണ്. അപ്പോൾ ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഇടതുപക്ഷത്തിൻ്റെ ഈ ഫാസിസം വളർന്നു വരുന്ന കാലഘട്ടത്തിലെ രാഷ്ട്രീയ നയം 90 മുതൽ പറഞ്ഞത് CMP അല്ലേ? അപ്പോൾ അതാണ് ഞങ്ങൾ നൽകിയിട്ടുള്ള സംഭാവന. അതുകൊണ്ട് ഞങ്ങൾ ആ പൊളിറ്റിക്കൽ മൂവ്മെൻറ്റിൽ, ഇന്ത്യയുടെ പൊളിറ്റിക്കൽ മൂവ്മെൻറ്റ് മനസ്സിലായി. ഞങ്ങൾ കേരളത്തിലേ ഉള്ളൂ. ഞങ്ങൾക്ക് കോൺഫെഡറേഷനെ കൊണ്ട് ദുർബലമാണെങ്കിലും ഉണ്ട്. അപ്പോൾ ഞങ്ങൾ നൽകിയിട്ടുള്ള സംഭാവന കമ്മ്യൂണിസ്റ്റ് പാർട്ടി, കമ്മ്യൂണിസം അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് മൂവ്മെൻറ്റ് അത് സ്റ്റാലിനിസ്റ്റ് അല്ല. സ്റ്റാലിനിസ്റ്റ് മൂവ്മെൻറ്റ് മുന്നോട്ട് പോകാൻ കഴിയില്ല. ഇപ്പോൾ മംദാനി വന്നു, അത്ര ഓണസ്റ്റായിട്ടാണ് പറഞ്ഞത്, ഐ എം എ മുസ്ലിം ആസ് വെൽ ആസ് എ ഡെമോക്രാറ്റിക് സോഷ്യലിസ്റ്റ് ഡെമോക്രാറ്റ് അല്ല. അതാണ് സൈഫുദ്ദീൻ ചൗധരിയുടെ പാർട്ടിയുടെ പേര്, പാർട്ടി ഫോർ ഡെമോക്രാറ്റിക് സോഷ്യലിസം. ഞങ്ങളുടെ കോൺഫെഡറേഷൻ്റെ പേര് മാറ്റി, MVRലപ്പം തന്നെ, കോൺഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് ആൻഡ് ഡെമോക്രാറ്റിക് സോഷ്യലിസ്റ്റ്. അത് മംദാനിയുടെ വായിൽ നിന്ന് കണ്ടപ്പോൾ സന്തോഷം തോന്നി. അപ്പം അങ്ങനെ ആളുകൾ വരും. ലോകത്ത് ലേബർ, ഇനി കമ്മ്യൂണിസ്റ്റ് പാർട്ടി മുഴുവനില്ലാതായാലും ലേബർ ഉണ്ടാവും. ഫോർ യുവർ ഇൻഫർമേഷൻ, സുധീരോടുണ്ടല്ലോ. മൂലധനം 3ാമത്തെ വോളിയം പകുതി ചെയ്ത് കഴിഞ്ഞു ഞാൻ. കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ 848, പക്ഷെ മൂലധനത്തിൻ്റെ അവസാനത്തെ 3ാം വോളിയം വരുന്നത് 895. ആ സമയത്ത് അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നെഴുതിയില്ല, മനഃപൂർവ്വമായിരിക്കില്ല, വർക്കിംഗ് ക്ലാസ് എന്ന് എഴുതിയിട്ടുള്ളൂ. അപ്പോൾ ദാസ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് വർക്കിംഗ് ക്ലാസ്സിന് വേണ്ടിയാണ്. കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ അദ്ദേഹം ചെറുപ്പത്തിൽ പാർട്ടിക്ക് വേണ്ടി എഴുതിയതാണ്. അപ്പോൾ ഐഡിയോളജിയെ ഉയർത്തി കാണിക്കുക, അപ്പോൾ പാർട്ടി തന്നെ ഉണ്ടായിക്കോളും. അല്ലാതെ പാർട്ടിയെ ഉയർത്തി കാണിക്കുക, അപ്പോൾ ഐഡിയോളജി ഉണ്ടായിക്കോളും. ഐഡിയോളജി പൊളിയും. അത് ഞങ്ങൾ വളരെ, താങ്കൾ എങ്ങനെയാണ് ഞങ്ങളെ വിലയിരുത്തുന്നത് അറിഞ്ഞുകൂടാ. CMPക്കാരെല്ലാം ഒത്തുകൂടിയാൽ ചിലർ വിചാരം ഞങ്ങൾ അയ്യോ എന്നുകൊണ്ട് അല്ലല്ല, ഞങ്ങൾ വളരെ ഹാപ്പിയാണ്. ഞങ്ങൾ എത്ര സീറ്റ് കിട്ടിയെന്നോ അല്ലെങ്കിൽ മന്ത്രിയായതോ ഒന്നുമല്ല ഞങ്ങളുടെ പ്രശ്നം. ഞങ്ങൾ കമ്മ്യൂണിസ്റ്റുകാർ എന്നുള്ള രീതിയിൽ ഇവിടെ നിലനിന്നു. ഏതൊരു കമ്മ്യൂണിസ്റ്റ് ചർച്ചാവേദിയിൽ ഞങ്ങൾക്ക് ഞങ്ങളുടേതായ സ്വാഭിപ്രായങ്ങളുണ്ട്. അത് മൂടി വയ്ക്കാൻ ശ്രമിച്ചവരോട് ഞങ്ങൾ ഫൈറ്റ് ചെയ്തു. അതിന് ഞങ്ങൾ ഐക്യമുന്നണി ഉണ്ടാക്കി. ഐക്യമുന്നണിയുടെ അവിഭാജ്യ ഘടകമായി ഇന്ന് ഐക്യമുന്നണിയും CMPയും സിനോണിമസ് ആണ്. പക്ഷെ എന്ന് വെച്ചപ്പോൾ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പൊക്കെ സീറ്റ് കിട്ടാത്ത വഴക്കൊക്കെ ഉണ്ടാക്കും. പക്ഷേ ഞങ്ങൾക്കൊരു ഡെമോക്രാറ്റിക് CMP മറ്റൊരു ഉദാഹരണം കൂടിയാണ്. ഒരു വലിയ ഡെമോക്രാറ്റിക് മൂവ്മെൻറ്റിൽ കോൺഗ്രസും മുസ്ലിം ലീഗും കേരള കോൺഗ്രസ് അടങ്ങുന്ന ഒരു പാർട്ടി, ഒരു വലിയ സംവിധാനത്തിൽ എങ്ങനെ ഫലപ്രദമായി ഒരു ചെറിയ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പ്രവർത്തിക്കാം എന്നതിൻ്റെയും ഒരു ഉദാഹരണമാണ് CMP. ഒരു ഒറ്റ ചോദ്യം കൂടി ചോദിച്ച് അവസാനിപ്പിക്കുകയാണ്. ഈ വളരെ പ്രസക്തമായ ഒരു ചർച്ച കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്, കേരളത്തിലെ വരുന്ന ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് കൂടി കഴിയുമ്പോൾ പിണറായിയുടെ നേതൃത്വത്തിൽ ഒരു ഭരണ തുടർച്ച ഉണ്ടാകും, വീണ്ടും ഉണ്ടാകും, ഒരു 3ാം പിണറായി സർക്കാർ ഉണ്ടാകും എന്ന രാഷ്ട്രീയ പ്രതീതി സൃഷ്ടിക്കാൻ കേരളത്തിലെ ഇടതുപക്ഷ മുന്നണിക്ക് കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരു രാഷ്ട്രീയ അന്തരീക്ഷത്തിലേക്ക് പോയാൽ UDFൻ്റെ പ്രധാനപ്പെട്ട ഒരു നേതാവ് എന്ന നിലയ്ക്ക് താങ്കളോടുള്ളൊരു ചോദ്യം, അതിനെ നിങ്ങൾ എങ്ങനെയായിരിക്കും നേരിടുക? നിങ്ങൾക്ക് താങ്ങാനുള്ള കരുത്തുണ്ടാകും? അത് താങ്കൾ നേരത്തെ പറഞ്ഞ മാതിരി ഒരുപാട് ഇഫ്സും ബട്ട്സും സാഗർ തന്നെ കയറ്റി വെച്ചിരിക്കുക. അതൊക്കെ വെറും ഇഫ് ആൻഡ് ബട്ടാണ്. ഇഫ് ആൻഡ് ബട്ടിനൊന്നും രാഷ്ട്രീയത്തിൽ വിലയില്ല. ഇപ്പോൾ 3ാമത് ഒരു പിണറായി ഗവൺമെൻറ് ഉണ്ടാവാതിരിക്കണേ എന്ന് പറഞ്ഞിട്ട് ഈ ഭക്തരായിട്ടുള്ള കമ്മ്യൂണിസ്റ്റുകാരുണ്ടല്ലോ, അവരൊക്കെ നേർന്നുകൊണ്ടിരിക്കുക. കാരണം അവരുടെ വിശ്വാസം അനുസരിച്ച് ഹിന്ദു ആവട്ടെ, മുസ്ലിം ആവട്ടെ, ക്രിസ്ത്യാനി ആവട്ടെ, നല്ല നല്ല കമ്മ്യൂണിസ്റ്റ് സഖാക്കളില്ലേ, അവരൊക്കെ അതാത് ഇടവകയിലും അമ്പലത്തിലും നേർച്ചയാണ്. ഇനി ഇത് വരല്ലേ ഭഗവാനെ, ഇത് വന്നാൽ നമ്മുടെ പാർട്ടി ഇല്ലാതായി പോവല്ലോ. എന്നിട്ട് ഞങ്ങളെയൊക്കെ കാണുമ്പോൾ എന്താ പറഞ്ഞതെന്നറിയോ? നന്നായി പ്രവർത്തിക്കേണ്ട ജോണെ, നന്നായിട്ട് നിങ്ങൾ എങ്ങനെയെങ്കിലും ഈ UDFനെയൊക്കെ ഒന്ന്
പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് എന്തിനാണെന്നറിയോ നമ്മുടെ പാർട്ടിയുടെ സ്ഥിതി എന്താവും, അപ്പോൾ നിങ്ങൾ പറയുന്നത് ഞങ്ങളുടെ സ്ഥിതി എന്താവും. അപ്പോൾ ഇറ്റ്സ് എ റിയാലിറ്റി. അപ്പോൾ അത്തരം ഒരു ശുഭപ്രതീക്ഷ താങ്കളെയും UDF-നെയും മുന്നോട്ട് നയിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. സത്യത്തിൽ ഇടതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ കയറ്റിറക്കങ്ങളെക്കുറിച്ചായിരുന്നു നമ്മുടെ ചർച്ചയെങ്കിൽ പോലും അത് പല നിലയിൽ വഴിമാറി CMB-യിലൂടെയും പല ലെയറുകളിലൂടെയും അത് പോയി. സത്യത്തിൽ അതിൻ്റെ കോറിലേക്ക് എത്താൻ പറ്റിയില്ല എന്ന ഖേദത്തോടു കൂടി അതെ, ഖേദത്തോടു കൂടി പക്ഷേ CMB വൽക്കരിച്ചത് ഞാനല്ല. ആ ഖേദപ്രകടനത്തോടു കൂടി ഈ സംഭാഷണം, രാഷ്ട്രീയ സംഭാഷണം അവസാനിപ്പിക്കുന്നു. ആദരണീയനായ CP ജോണിന് മനോരമയുടെ പേരിലുള്ള ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. ഇതിൽ നിറഞ്ഞ മനസ്സോടെ പങ്കെടുത്ത എല്ലാ സുഹൃത്തുക്കൾക്കും നന്ദി. ആർക്കെങ്കിലും ചോദ്യങ്ങളുണ്ടെങ്കിൽ ചോദിക്കാനുള്ള അവസരമുണ്ട്. ക്ഷമിക്കണം. സഖാവേ, ഇപ്പം ഒരു വിശാല ഇടതുപക്ഷ ഒരു ഐക്യമൊക്കെ വേണമെന്ന് പറയുന്ന ഒരു കാലഘട്ടമാണല്ലോ. താങ്കളും മനസ്സിൻ്റെ ഏതെങ്കിലും കോണിൽ ഇപ്പോഴും CMB എന്ന് പറഞ്ഞാൽ ഞങ്ങൾ താങ്കളെ സഖാവായിട്ട് തന്നെയാണ് കാണുന്നത്. അപ്പോൾ താങ്കൾക്ക് എവിടെയെങ്കിലും തോന്നുന്നുണ്ടോ ഈ ഒരു പ്രസക്തമായ സമയത്ത് എന്തെങ്കിലും കുറച്ച് ഈഗോ റിലേറ്റഡ് കാര്യങ്ങളായിരിക്കാം? എനിക്ക് തോന്നുന്നു ഐഡിയോളജിക്കലി ഇപ്പോഴും CPM തന്നെയാണ്, കമ്മ്യൂണിസ്റ്റ് ഇതിൻ്റെ കോർന്ന് തന്നെയാണ് ജനങ്ങൾ കാരണം നിങ്ങളൊരു ഫ്രിഞ്ചിൽ ഒതുങ്ങിപ്പോകുന്ന ഒരു പ്രസ്ഥാനമായിട്ട് ഇപ്പോഴും പോവുക. അപ്പോൾ തിരിച്ച് CPM-ലേക്കോ കോർ ഇടതുപക്ഷത്തിലേക്ക് പോകുന്നതല്ലേ ഒരു ഫ്യൂച്ചർ? ഇപ്പോഴത്തെ ഒരു കമ്മ്യൂണൽ ഫോഴ്സസ് നമ്മൾ എല്ലാവരും കൂടി ഒരുമിച്ച് നേരിടുന്നതല്ലേ അതിന് കറക്റ്റ് ഒരു രീതി? ഇല്ലെങ്കിൽ ഒറ്റയ്ക്ക് ഒരു പോരാളിയായിട്ട് കുറച്ചാൾ കഴിഞ്ഞാൽ വെറും മരുന്ന് മാത്രം കാണുന്ന ഒരു പ്രസ്ഥാനമായി മാറിപ്പോവാനേക്കാളും നല്ലത് തിരിച്ച് നമ്മൾ ഒരുമിച്ച് ഫൈറ്റ് ചെയ്യുന്നതല്ലേ നല്ലതെന്ന് താങ്കൾക്ക് എപ്പോഴും തോന്നുന്നുണ്ടോ? എനിക്ക് CPM-നെ കുറിച്ച് അവർക്കുള്ള അഭിപ്രായം തന്നെ എനിക്കുള്ളത്. അപ്പം അവർ വലിയ കൺഫ്യൂസ്ഡ് അല്ലേ. ഇപ്പം ഞങ്ങൾ വിട്ടുപോകുന്ന CPM ഒന്നുമല്ല. അവൻ്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല. ഞങ്ങൾ വിട്ടുപോകുന്ന CPM ഒന്നുമല്ല. ഞങ്ങൾ വിട്ടുപോകുന്ന CPM ആയിരുന്നെങ്കിൽ വേണമെങ്കിൽ അത് പോകുമായിരുന്നുണ്ട്. പക്ഷെ ഇപ്പം അതൊക്കെ അവിടുന്ന് അവർ വിട്ടുപോയി. ഇപ്പം അവർ വളരെ ആശയക്കുഴപ്പത്തിലാണ്. ഇപ്പോഴും ഇന്ത്യയിൽ ഫാസിസം വന്നു എന്നുള്ള അഭിപ്രായം അവർക്കില്ല. മനസ്സിലാക്കണം. ഉണ്ടോ? ഇപ്പോഴത്തൊന്നും ഫാസിസത്തിന് മൂപ്പില്ല എന്നാണ് പറയുന്നതേ. അപ്പം അതുകൊണ്ട് അവരൊരു കൺഫ്യൂസ്ഡ് പാർട്ടിയാണ്. ഞാനവരെ പരിഹസിക്കാനൊന്നുമില്ല. പിന്നെ CMB-ക്ക് എന്ത് പറ്റും എന്ന് ചോദിക്കേണ്ട കാര്യമല്ലോ. ബംഗാളിലെ CPM-ന് എന്ത് പറ്റി? ഇപ്പോൾ ഇതിന് ഒരു പ്രധാനപ്പെട്ട ഒരു പോയിൻ്റ് പറയാം. ഇപ്പോൾ ഇൻ്റർനാഷണലായിട്ട് തന്നെ വൈ ദ ലെഫ്റ്റ് ഡിക്ലൈൻ എന്ന് പറഞ്ഞിട്ടൊരു വലിയ പഠനം നടക്കുന്നുണ്ട്. എന്തുകൊണ്ട് ലെഫ്റ്റ് ഡിക്ലൈൻ ചെയ്യുന്നു? അപ്പോൾ അങ്ങയുടെ അഭിപ്രായത്തിൽ CPM വലുതായിക്കൊണ്ടിരിക്കുകയാണോ കേരളത്തിൽ, ഇന്ത്യയിൽ? അല്ലല്ലോ, ഡിക്ലൈൻ ചെയ്യല്ലേ. ഇപ്പോൾ പാർലമെൻറ്റിൽ കോൺഗ്രസിൻ്റെ സഹായമില്ലാതെ CPM-നും CPI-ക്കും RSPക്കും കൂടി ജയിക്കാൻ കഴിഞ്ഞ സീറ്റുകളുടെ എണ്ണം 1. മണി വലിയൊരു 1. ബാക്കി എല്ലാ സീറ്റുകളും ആകെ 6 സീറ്റേ ഉള്ളൂ. കോൺഗ്രസിൻ്റെ മുന്നണിയുടെ ഭാഗമായി ജയിച്ചതാണ്. അത് നമ്മുടെ RSPയുടെ പ്രേമനാണെങ്കിലും CPI-യുടെ സീറ്റുകളാണെങ്കിലും CPM-ൻ്റെ സംസ്ഥാന സെക്രട്ടറി രാജസ്ഥാനിൽ അദ്ദേഹം കോൺഗ്രസിൻ്റെ മുന്നണിയിലല്ലേ ജയിച്ചത്. അപ്പോൾ അതുകൊണ്ട് കോൺഗ്രസിനെ തൊട്ടാൽ കനൽക്കട്ടയായ രാഘവൻ കരിക്കട്ടയാവും എന്ന് പറഞ്ഞതൊക്കെ പോയില്ലേ. അപ്പോൾ അതുകൊണ്ട് CPM അങ്ങനെ ഇറ്റ് ഈസ് നോട്ട് സിറ്റിംഗ് പ്രറ്റി. അതുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ട് പോകുന്ന കാര്യമൊന്നുമില്ല. ഞങ്ങളാണ് കുറേ കൂടി ലോകത്ത് ജനങ്ങൾക്കും പുതിയ തലമുറയ്ക്കും അംഗീകരിക്കാൻ കഴിയുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് തോട്ടിൻ്റെ പ്രതിനിധികൾ എന്നാണ് ഞങ്ങളുടെ വിശ്വാസം. സർ, ഒരു സംശയം ചോദിക്കാം. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് എന്ന് പറഞ്ഞാൽ ഓരോ കാലഘട്ടത്തിൽ ഓരോ ഇസത്തിനും ഓരോ കാലഘട്ടത്തിൻ്റെ പ്രസക്തിയുണ്ട്. ബുദ്ധിസമാണേലും ജൈനിസമാണേലും ഏതിനും. അതുപോലെ കമ്മ്യൂണിസത്തിന് ഇനി പ്രസക്തിയുണ്ടോ? എനിക്ക് സംശയം കൊണ്ട് ചോദിക്കുക. പിന്നെ താങ്കൾ കുറച്ച് മുമ്പേ ബംഗാളിനെ കുറിച്ച് പറഞ്ഞു. ബംഗാളിൽ ഒന്നാമത് എൻ്റെ അച്ഛൻ വിശ്വഭാരതി പഠിച്ച ആളാണ്. 1933 പഠിച്ച അച്ഛനൊക്കെ ഒരു ബുക്കൊക്കെ എഴുതിയ ഷോർട്ട് ഹിസ്റ്ററി ഓഫ് ട്രാവൻകൂർ എന്ന് പറഞ്ഞ ബുക്ക് എഴുതിയതാണ്. രവീന്ദ്രനാഥ് ടാഗോറിൻ്റെ ശിഷ്യനായിരുന്നു. ഷോർട്ട് ഹിസ്റ്ററി ഓഫ് ട്രാവൻകൂർ എൻ്റെ അച്ഛൻ എഴുതിയ ബുക്കാണ്. ഞാൻ അവിടെ പോയിട്ടുണ്ട്. ബംഗാളിലെ ഗ്രാമങ്ങളിലൂടെ എനിക്ക് കഴിഞ്ഞ ഒരു 15 വർഷത്തിനിടെ 2-3 പ്രാവശ്യം സഞ്ചരിക്കാൻ പറ്റിയിട്ടുണ്ട്.
സാർ ഒത്തിരി സഞ്ചരിക്കുന്നതും സാറിനെ ഞാൻ ഏറ്റവും ബഹുമാനിക്കുന്ന സാറിൻ്റെ പാർട്ടിയുടെ ആൾ ഇതെന്നുള്ളതിലേക്കുണ്ട്. ഞാൻ താങ്കളുടെ പല പ്രഭാഷണവും കേട്ടിട്ടുണ്ട്. നല്ല നോളജും നല്ല ഇതോടുകൂടി വളരെ വ്യക്തമായി കാര്യം പറയുന്നതുകൊണ്ടാണ് ഞാൻ താങ്കളെ ബഹുമാനിക്കുന്നത്. ഇപ്പോൾ ഞാൻ അവിടെ വെച്ചുകൊണ്ട് സർ എന്താ പറയുക, പരിതാപകരം അവിടുത്തെ ഗ്രാമങ്ങളിലൊക്കെ 34 വർഷം ഭരിച്ചിട്ട് അറിഞ്ഞുകൂടായിട്ട് ചോദിക്കാം, 34 വർഷം ഭരിച്ചു മേടിച്ചിട്ട് അവിടെ എന്താണ് ഇവർ കാട്ടിക്കൂട്ടിയത്? പിന്നെ ലോകത്ത് എവിടെ എത്തിയാലും താങ്കൾ കുറച്ചു മുമ്പേ ഒന്ന് പറഞ്ഞു ഡിക്ലൈൻ, ആ പദം തന്നെയാണ് സാർ. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിനൊന്നും എനിക്ക് തോന്നുന്നില്ല, പല ഇസങ്ങൾ പോയതുപോലെ ഈ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിനൊന്നും ഇനി ഇസത്തിൻ്റെ പേരും പറഞ്ഞല്ല ഇതും പറഞ്ഞുകൊണ്ടൊന്നും നിലനിൽപ്പുണ്ടാകാൻ വഴിയില്ല. കാലങ്ങൾ മാറി. പിന്നെ പലപ്പോഴും പലരും പറയുന്ന പോലെ ഈ തൊഴിലാളി വർഗ ഇതിന് പകരമായിട്ട് ഒരു വേള അംബേദ്കറിൻ്റെ കൂടെ കൂടി ജാതിക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ടൊരു ഇത് നടന്നിരുന്നെങ്കിൽ കുറച്ചുകൂടെ മെച്ചം ഉണ്ടാകുമായിരുന്നു. സാറിനറിയാമല്ലോ, യു പിയിലാണേലും ആന്ധ്രാപ്രദേശിലാണേലും ബീഹാറിലാണേലും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം എന്തുമാത്രം ശക്തമായിരുന്നു, പ്രത്യേകിച്ച് CPI. ഇന്നത്തെ അവസ്ഥ എന്താ? വളരെ ദുഃഖകരമാണ്. സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ആ കാര്യങ്ങളിലോട്ട് കിടക്കുന്നത്. ഞാൻ ചൈനയിൽ പോയിട്ടുള്ള ആളാണ്. ചൈനയിലൊക്കെ പോയിട്ട് ചൈനയിലൊക്കെ എന്ത് സ്വാതന്ത്ര്യം. അവിടെ പോയി നമ്മൾ ഇറങ്ങുന്ന ഗൈഡ് പറയുന്നത്, ഇനി ഒരു സത്യം കൂടെ പറഞ്ഞേക്കാം, പെട്ടെന്ന് പറഞ്ഞേക്കാം. ചൈനയിൽ പോയിട്ട് ഞാനന്ന് 2014 ഒക്ടോബർ മാസത്തിലാണ് ഞാൻ 2015 മെയ് മാസമാണ് ഞാൻ ചൈനയിൽ പോകുന്നത്. ചൈനയിൽ പോകുമ്പോഴത്തോട്ടാണ് മോഡി ആദ്യമായിട്ട് ചൈനയിൽ ചെല്ലുന്നത്. മോഡിയും ഇദ്ദേഹമായിട്ടുള്ള ചർച്ച, ഷിയുമായിട്ടുള്ള ചർച്ച നടക്കുക. അത് കഴിഞ്ഞ് വെളിയിലോട്ട് പോയി ഞങ്ങൾ ടിയാമെൻ സ്ക്വയർ, പ്രശസ്തമാണല്ലോ ടിയാമെൻ സ്ക്വയർ, അറിയാമല്ലോ, ഞാൻ അങ്ങോട്ടൊന്നും കിടക്കുന്നില്ല. അവിടെ പോയിട്ട് ഞാൻ അവിടെ നിന്ന് മാറി ഇന്നൊരു ഫോട്ടോ എടുത്തപ്പോഴത്തോട്ട് ഗൈഡ് വന്നിട്ട്, ഞങ്ങളുടെ കൂടെയുള്ള ഗൈഡ് വന്നിട്ട്, ഞാൻ പറയുന്നത് ശരിയല്ലെങ്കിലും എൻ്റെ ഈ ഷർട്ടായി പിടിച്ചിങ്ങനെ ഒറ്റ വരി വരിച്ചിട്ട് കൊണ്ടുപോയി. സംഗതി എന്നാന്ന് വെച്ചാൽ അവർ പറഞ്ഞത്, അതിനുശേഷം പറഞ്ഞു മറ്റൊന്നും ഉണ്ടായിട്ടില്ല, ഇവിടെ സ്പൈയാണ്, നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാൻ പറ്റിയാൽ എൻ്റെ കൂടെ നടക്കുകയാണെങ്കിൽ നടന്നോണം. അപ്പോൾ എൻ്റെ കൂടെയാണ്. പിന്നെ എനിക്കൊരു സന്തോഷം ഉണ്ടായി, വേറൊരുത്തൻ്റെ 2 അടി കിട്ടുമ്പോൾ കുറച്ചുകൂടെ എനിക്ക് സന്തോഷം ഉണ്ടാവുമല്ലോ. എൻ്റെ കൂടെ ഉണ്ടായിരുന്ന തൃശ്ശൂരിൽ നിന്നുള്ള ഒരു ഗൈനക്കോളജിസ്റ്റ് ചോദിച്ചു, സം ഇയേഴ്സ് ബാക്ക് എന്ന് പറഞ്ഞാൽ അവർ ഇങ്ങനെ ഒരൊറ്റ വെച്ചോട്ട് മിണ്ടിപ്പോരെന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ ടിയാമെൻ സ്ക്വയറിലുള്ള സംഭവം പറയുക, സാറേ സ്വാതന്ത്ര്യം ഇതൊക്കെ മനുഷ്യൻ്റെ ഇതാണ്, സ്വാതന്ത്ര്യം മനുഷ്യൻ്റെ ആവശ്യമാണ്, പിന്നെ സമ്പാദിക്കുന്ന ഇത് ആവശ്യമാണ്. മനുഷ്യൻ അങ്ങനെ ഒരു സെൽഫിഷ്നസ് ഇല്ലാതെ മുന്നോട്ട് പോകാൻ പറ്റുകയില്ല. ചുമ്മാതെ നമ്മളിതൊക്കെ ഭീകരവാദം പറയാവുന്നുള്ളൂ. ഒരു കാലത്ത് ഇത് ആവശ്യമായിരുന്നു, അത് ഞാൻ അഡ്മിറ്റ് ചെയ്യുന്നു. ഒരു കാലത്തും ഞാനും ഒരു സ്ഥാപനം നടത്തിക്കൊണ്ടിരുന്നതാണ്, അതിൻ്റെ ഞാൻ സഫറും ചെയ്താണ്. സമയമില്ലാത്തതുകൊണ്ട് നിർത്തും. താങ്ക് യു വെരി മച്ച് സർ. സമയമുണ്ടോ നമുക്കിനി? 2-3 മിനിറ്റ്സ്. താങ്കൾ പറഞ്ഞത് നല്ല പെർട്ടിനൻ്റ് ആയിട്ടുള്ള കുറേ പോയിന്റുകളുണ്ട്. ഓരോ സംഹിതകൾക്കും അല്ലെങ്കിൽ വിശ്വാസ സംഹിതകൾക്കും ആശയ സംഹിതകൾക്കും ഓരോ കാലമുണ്ട്. ബുദ്ധിസത്തിന് കാലമുണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നത് പോലെ തീർച്ചയായും 19-20 നൂറ്റാണ്ട് തന്നെയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ നല്ല കാലം അല്ലെങ്കിൽ എന്ന് പറയാവുന്നത്. പക്ഷെ ഞാനത് പൂർണ്ണമായിട്ട് സ്വാംശീകരിക്കുന്നില്ല, ഉൾക്കൊള്ളുന്നില്ല എന്നല്ല, അങ്ങനെയല്ല ഞാൻ ആഗ്രഹിക്കുന്നത്. നമ്മൾ മാർക്സിനെയൊക്കെ വീണ്ടും വായിക്കുമ്പോൾ, അല്ലെങ്കിൽ ലെനിൻ എന്ന് ഞാൻ പറയുന്നില്ല, ലെനിൻ്റെയും ചില അടിസ്ഥാന ഗ്രന്ഥങ്ങളെല്ലാം ഉണ്ട്. നമുക്ക് എൻ്റെ മനസ്സിൽ വരുന്ന ഒരു കാര്യം, ഇപ്പോൾ എവിടെയൊക്കെയോ തോറ്റുപോയ, ബംഗാളിൽ തോറ്റുപോയ, ത്രിപുരയിൽ തോറ്റുപോയ, സോവിയറ്റ് യൂണിയനിൽ തോറ്റുപോയ, പിന്നെ ചൈനയിൽ അടിച്ചമർത്തിക്കൊണ്ടിരിക്കുന്ന അതേ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ലോകത്തെല്ലാം ഉണ്ടാവും എന്ന് കരുതുന്നത് മൗഢ്യമാണ്. പക്ഷേ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് എന്ത് പറ്റും എന്നുള്ളതല്ല എൻ്റെ വിഷയം. മനുഷ്യൻ്റെ വിമോചനം, വിമോചിതനായ മനുഷ്യൻ്റെ ഡിപ്പെൻഡൻസ്, അതേ ഡിപ്പെൻഡൻസ് വേഴ്സസ് ഇൻഡിപെൻഡൻസ്, അല്ലെങ്കിൽ ഇമാൻസിപ്പേഷൻ വേഴ്സസ് ഡിപ്പെൻഡൻസ്. അവൻ്റെ ഈ പ്രകൃതി ശക്തികളുടെ മുമ്പിൽ കീഴടങ്ങൽ, മനുഷ്യശക്തികളുടെ മുമ്പിലുള്ള കീഴടങ്ങൽ, പല ആശയങ്ങളുടെ മുമ്പിലുള്ള കീഴടങ്ങൽ, ഇതിൽ നിന്നൊക്കെ മോചിതനായിട്ടുള്ളൊരു മനുഷ്യനെയാണ് മാർക്സ് മുന്നോട്ട് വെച്ചതെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അല്ലെങ്കിൽ പുതിയൊരു മാർക്സ് മുന്നോട്ട് വയ്ക്കാൻ പോകുന്നത്. മാർക്സിനെ തന്നെ നിഷേധിക്കുന്നതിൽ ഏറ്റവും സന്തുഷ്ടനായ ആരെയും നിഷേധിക്കുമെങ്കിൽ അതിൽ ഏറ്റവും സന്തുഷ്ടനാവുക മാർക്സ് തന്നെയായിരിക്കും. എന്താണെന്ന് പറഞ്ഞാൽ ലോകത്തിൻ്റെ പുരോഗതി മനുഷ്യ ചിന്തയുടെയും മനുഷ്യ അധ്വാനത്തിൻ്റെയും ഭാഗമായിട്ടുള്ളതാണ്.
അപ്പോൾ ഇന്നിപ്പോൾ ലോകത്ത് നടക്കുന്ന മാറ്റങ്ങൾ നമ്മളെടുത്ത് നോക്കൂ. മാർസ് ആവിയന്ത്രത്തിൻ്റെ കാലത്താണ്. ഇപ്പോൾ മൂലധന തർജ്ജമയിൽ ആവിയന്ത്രം എന്നുള്ളതിന് പവർ എന്നാണ് മാർസ് ഉപയോഗിച്ചത്, ഇലക്ട്രിസിറ്റിയും തർജ്ജമ ചെയ്തു പോയി. പക്ഷേ അന്ന് ആവിശക്തിയേ ഉള്ളൂ. ഇലക്ട്രിസിറ്റി ഉണ്ടോയെന്ന് ചോദിച്ചാൽ ടെക്നിക്കലി. ഇന്നിപ്പോൾ അവിടെ നിന്നൊക്കെ വന്നിട്ട് സൂപ്പർ കമ്പ്യൂട്ടറുകളിലേക്ക് വരുന്നു, അറ്റോമിക് ഫ്യൂഷനിലേക്ക് വരുന്നു. നമ്മൾ ഉണ്ടാക്കിയ ഇലക്ട്രിസിറ്റി ലോകാവസാനം വരെ നശിക്കാത്ത ഒരവസ്ഥയിലേക്ക് പോകുന്നു. ബൈറ്റ്സ് എന്നുള്ള ക്യൂബിറ്റ്സ് ആവുന്നതോടുകൂടി ആകെ നമുക്ക് ലോകത്ത് ഒരു കമ്പ്യൂട്ടർ മതി എന്നുള്ള ഇതിലേക്ക് വരുന്നു. അങ്ങനെയൊക്കെയുള്ള ഞാൻ ഇത്തിരി എക്സാജറേറ്റ് ചെയ്യുന്നു. പക്ഷേ മാർക്സിസം ചോദിച്ച ഫണ്ടമെൻ്റൽ ക്വസ്റ്റ്യൻ, ഹു ഓൺസ് ഇറ്റ്? അതിൻ്റെ ഉടമസ്ഥൻ ആരാണ്? അധ്വാന ശക്തിയുടെ ഉടമസ്ഥൻ ആരാണ്? അധ്വാന ശക്തിയെ വിലയ്ക്ക് വാങ്ങി അവനെ കൂലി അടിമയാക്കി മാറ്റുന്നത് ആരാണ്? അപ്പോൾ അതിനെക്കുറിച്ച് ഇപ്പം ഞാനൊക്കെ എൻ്റെ എളിയ ജീവിതത്തിൽ ചെയ്യുന്നൊരു വർക്ക് അതാണ്. ഫണ്ടമെൻ്റൽ ഐഡിയോളജി എന്ന് പറഞ്ഞാൽ ലേബർ പവറാണ്. ആ ലേബർ പവർ ശാസ്ത്രജ്ഞൻ്റെയും ഡോക്ടറുടെയും കലാകാരൻ്റെയും അധ്യാപകൻ്റെയും എല്ലാം ലേബർ പവർ. ആ ലേബർ പവർ പൈസ കൊടുത്തു വാങ്ങാം. മണി ഈസ് മോർ ഇമ്പോർട്ടൻറ്റ്, ക്യാപിറ്റൽ ഈസ് മോർ ഇമ്പോർട്ടൻറ്റ് ദാൻ ലേബർ എന്നുള്ള കോൺസെപ്റ്റ് മറിച്ചിടുക എന്നുള്ളതാണ്. അതാണ് മാർക്സിസത്തിൻ്റെ ഫണ്ടമെൻ്റൽ. അങ്ങനെ മറിച്ചിടാൻ കഴിയാത്തതിൻ്റെ പ്രധാന കാരണം ഈ അപ്പറാറ്റസിലൂടെ ഒന്നും ഈ ഐഡിയോളജി നമ്മൾ പഠിപ്പിച്ചില്ല. ഇപ്പം ഞാനൊരു തമാശയ്ക്ക് പറയാറുണ്ട്, ഇപ്പോൾ കേരളത്തിൽ തന്നെ മൂലധനം പൂർണ്ണമായി വായിച്ചിട്ടില്ല എത്ര പേരുണ്ടാവും അല്ലേ? അതേസമയം ബൈബിളും ഗീതയും ഖുറാനും ഒക്കെ കാണാതെ പറയുന്ന ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇമാൻസിപ്പേഷൻ, അത് മാർക്സ് പറഞ്ഞത് മാത്രം തത്തമ്മ പറയുന്ന പോലെ പറയാന്നുള്ളതല്ല. മനുഷ്യൻ്റെ ഇമാൻസിപ്പേഷൻ, അവൻ്റെ നോൺ ഡിപ്പെൻഡൻസ്, ഇൻഡിപെൻഡൻസ് എന്ന് ഞാൻ പറയുന്നില്ല, അത് ഉണ്ടാക്കുകയും പ്രകൃതി ശക്തികളെയും മനുഷ്യൻ്റെ ഈ അടിച്ചമർത്തുന്നവരുടെ ശക്തിയെയും ഒന്നും ഭയപ്പെടാത്ത ഒരു വിമോചിതനായ മനുഷ്യൻ, ആ മനുഷ്യൻ്റെ കാലമൊന്നും കഴിഞ്ഞിട്ടില്ല. അത് മംദാനിയാണെന്നല്ല ഞാൻ പറയുന്നത്. അങ്ങനെയുള്ളൊരു മനുഷ്യൻ, ഒരു വിമോചിതനായ മനുഷ്യൻ ഉണ്ടാവുക എന്ന സ്വപ്നം കൂടുതൽ മെച്ചപ്പെട്ടു എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അതിനുടനെ തന്നെ പിണറായി വിജയനും സി പി ജോണും കൂടെ ഒരു പാർട്ടിയാവണം. അതൊന്നുമല്ല ഇവിടുത്തെ വിഷയം. അതുകൊണ്ട് നമ്മൾ വളരെ തുറന്നൊരു ചർച്ച ചെയ്തുകൊണ്ട് പറയുകയാണ്, കമ്മ്യൂണിസം എന്ന ആശയം അതേപടി ആ ചുവന്ന ചട്ടയുള്ള പുസ്തകം എന്നല്ല. ആ ആശയത്തിൻ്റെ അടിത്തറ എന്ന് പറയുന്നത് മനുഷ്യ ചിന്തയുടെ മോചനമാണ്. മനുഷ്യൻ നേടിയതെല്ലാം, എല്ലാ മതഗ്രന്ഥങ്ങളും, ഇപ്പം സുധീർ എന്നെ ഇൻ്റർവ്യൂ ചെയ്തു, ഏറ്റവും കൂടുതൽ മാർക്സ് കോട്ട് ചെയ്തിട്ടുള്ളത് ബൈബിളാണ്. മൂലധനത്തിൻ്റെ ക്രിട്ടിക്കൽ ഏരിയയിൽ ബൈബിളാണ് കോട്ട് ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് എല്ലാറ്റിനെയും സ്വാംശീകരിക്കുകയും എല്ലാ അടിമത്ത ചിന്തകളിൽ നിന്നും മോചിതനാവുകയും ചെയ്യുക എന്ന മനുഷ്യരാശിയുടെ ആ ഒരു ലക്ഷ്യമുണ്ടല്ലോ, ആ ലക്ഷ്യത്തിന് വേണ്ടി കൊളുത്തിവെച്ച ഒരു തിരിയായിട്ട് മാത്രമാണ് ഞാൻ മാർക്സിനെ കാണുന്നത്, അല്ലെങ്കിൽ മാർക്സിസത്തെ കാണുന്നത്. അതിനു വേണ്ടി ഉണ്ടാക്കിയ ആ തിരി കത്തിച്ച് വെക്കാൻ വേണ്ടിയ ക്ഷേത്രം ഉണ്ടല്ലോ, അതിൽ കരിന്തിരി കത്തുകയാണ്. അപ്പം ക്ഷേത്രമല്ല, ആ തിരിയാണ് പ്രധാനം, വിഗ്രഹമാണ് പ്രധാനം. അതിനു വേണ്ടിയിട്ടുള്ള ഒരു യത്നം, അതിലെ പേഴ്സണലായ കാര്യങ്ങളും അടിയുണ്ടായും തല്ലുണ്ടായും, ഫൊർഗെറ്റ് ഇറ്റ്.